ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം 47-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. 47-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. വചനം പറയുന്നു, ജനതകളെ കരഘോഷം മുഴക്കുവിൻ. മുഴക്കുവിൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. അപ്പൊ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവവചനപ്രകാരം സാധുവായ ഒരാരാധനയാണ്. അപ്പോൾ അത് ദൈവത്തെ ആരാധിക്കാൻ കരങ്ങൾ അടിച്ച് ദൈവപ്രവൃത്തികൾ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരാരാധന, കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കണം. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ഒന്ന് മുഴക്കിക്കേ, കരഘോഷം. ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്ക് ദൈവത്തെ, ദൈവപ്രവൃത്തികൾ കേൾക്കുമ്പോൾ, ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ കാണുമ്പോൾ ഒക്കെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ 47-ാം സങ്കീർത്തനം പറയുകയാണ്, ജനതകളെ കരഘോഷം മുഴക്കുവിൻ. അടുത്തത്, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഒന്ന് മുഴക്കിക്കേ. ഹല്ലേലൂയ. അതൊരു ഞരക്കമായിരുന്നു. ആഹ്ലാദാരവം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ കേരളത്തിലെ ആരാധനാ രീതികളിൽ ആഹ്ലാദാരവം മുഴക്കാനുള്ള വകുപ്പ് നമ്മുടെ ആരാധനയ്ക്കകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് പോയപ്പോൾ അവിടെ കിബേഹോ എന്ന് പറയുന്നൊരു സ്ഥലം, കിബേഹോ മുഴുവൻ ആഫ്രിക്കയിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായി ഉള്ള സ്ഥലങ്ങളിൽ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കയിൽ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഈ കിബേഹോ ആണ്. കിബേഹോ, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ അതിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളിന് ഞാൻ ആ രാജ്യത്ത് ഒരു സുവിശേഷ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോകാനുള്ള ഒരു അവസരം കർത്താവ് തന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് അവിടുത്തെ കുർബാന തുടങ്ങുമെന്ന് പറഞ്ഞു. 10 മണി. അപ്പം ഞങ്ങൾ 9 മണിക്കേ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാളി അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് ആകെ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ വെയിലടിക്കാത്ത സ്ഥലം, ബാക്കിയെല്ലാം വെയിലടിക്കുന്ന സ്ഥലമാണ്, നല്ല വെയിലുമാണ്. അതുകൊണ്ട് വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സ്റ്റേജ് കയറിക്കോണമെന്ന് പറയും. അപ്പോൾ ഒരു 500ഓളം അച്ഛന്മാരുണ്ട്, അച്ഛന്മാർ തന്നെ. 10-20,000 ജനവും ഉണ്ട്. പിന്നെ നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലമില്ലാത്തടത്തും കയറും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മലയാളി സ്വഭാവം കാണിച്ച് ഈ സ്റ്റേജിൽ കർദിനാളും പിന്നെ വിദേശത്തു നിന്നൊക്കെ ക്ഷണിക്കപ്പെട്ട് വന്ന മെത്രാന്മാരും ഒക്കെയാണ്. അവരുടെ കൂട്ടത്തിൽ സൈഡിൽ 5-6 അച്ഛന്മാർ ഇരിപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒപ്പിച്ചു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഈ സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്യുന്നത്? കാരണം എന്താ അറിയാം, 10 മണിക്ക് തുടങ്ങിയ ശുശ്രൂഷ കുർബാനയാണേ, അത് തീർന്നത് 11, 12, 1, 2, 3, 4 6 മണിക്കൂർ കുർബാനയാ. 6 മണിക്കൂർ. ആ 6 മണിക്കൂർ ഈ എരിപൊരി വെയിലത്ത് നിന്ന മനുഷ്യര്, ഭയങ്കര അസാധാരണമായ വെയിലാണ്, ചൂടുമാണ്. ഈ ചൂടത്ത് ഇതങ്ങ് നിർത്താവും. ആ ചൂടത്ത് ഇവർ നിന്നിട്ട് ഒരു പ്രശ്നമില്ല, അവർ 6 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ ആ കുർബാനയിൽ, അവരുടെ ആ നാട്ടിലെ വിശുദ്ധ കുർബാനയിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഈ പറഞ്ഞ ആഹ്ലാദാരവം എല്ലാം ഉണ്ട്. 6 മണിക്കൂർ പോയത് അറിഞ്ഞില്ല, ആഹ്ലാദാരവം. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർത്ത്, ദൈവമേ, നമ്മുടെ നാട്ടിലെ കുർബാനയെല്ലാം മൊത്തം വ്യാകുലമാണ്, ആദ്യം മുതൽ അവസാനം വരെ വ്യാകുല. ആഹ്ലാദത്തിന് സ്പേസ് ഒന്നും കാര്യമായിട്ട് ശുശ്രൂഷകരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അട്ടഹസിക്കണം, ആർപ്പിടണം എന്നൊക്കെ. എന്നാലും നമ്മൾ മൊത്തം നമ്മുടെ ഒരു വിലാപത്തിൻ്റെ സെറ്റപ്പാണ്. അല്ല, ഓരോരുത്തടുത്ത് ഓരോ രീതിയാണല്ലോ. അപ്പോൾ ആഹ്ലാദാരവത്തിനൊരു സ്പേസ് ഇല്ലല്ലോ എന്ന് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആഹ്ലാദാരവത്തിന് അന്നേരമാണ് ആഫ്രിക്ക വെച്ച് ഞാനൊരു ആഫ്രിക്കക്കാർ ചെയ്യുന്നൊരു സംഭവം കണ്ടത്. അത് നല്ലൊരു കാര്യമാണ്, അത് നമുക്ക് ചെയ്യാം.
എളുപ്പമാണ്, നല്ല നിങ്ങൾ ചെയ്യണം. എങ്ങനെ പറയാം, വേറെ തലകുത്തി പറയാനൊന്നുമില്ല. ഞാൻ ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയും, കർത്താവ് നല്ലവനാണ്, ഗോഡ് ഈസ് ഗുഡ്. അപ്പൊ നിങ്ങൾ പറയണം ഓൾ ദ ടൈം, ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ആഫ്രിക്കക്കാരാവണമെങ്കിൽ ഇത് പോരാ. ഗോഡ് ഈസ് ഗുഡ്, ആയി വരുന്നേ ഉള്ളൂ. ഗോഡ് ഈസ് ഗുഡ്. ഇപ്പൊ ഞാൻ ഓൾ ദ ടൈം എന്ന് പറയും, അപ്പൊ നിങ്ങൾ ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയും. ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്, ഓൾ ദ ടൈം. ഇനി ആഫ്രിക്കക്കാർ ചെയ്യുന്നത്, ഇനി ഇത് കഴിഞ്ഞിട്ടാണ് സംഭവം. അവരെന്ത് ചെയ്യുന്നറിയാം, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾ മടി പിടിച്ചൊന്നും നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാക്കാമോ അത് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കൂവുക, വിസിലടിക്കുക, ബഹളം വെക്കുക, അട്ടഹസിക്കുക. എന്നിട്ട് അവരിങ്ങനെ കൈയടിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കൈയടിച്ച് നിർത്തിയ പോലെ നിർത്തരുത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ അലറി കൂവി ബഹളം വെച്ച് ആഹ്ലാദം അത് പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പൊ അതിനൊരു സ്പേസ് ആണ്. മഠത്തിൽ അങ്ങനെ ഒരു യാതൊരു സൗകര്യം കിട്ടത്തില്ല. ഇപ്പൊ വേണേ ചെയ്തോണം, ഇപ്പൊ വേണേ ചെയ്തോണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റെഡിയാണോ? റെഡി? എന്ത് വേണേലും ചെയ്യാം നിങ്ങൾക്ക്. കൂവാം, വിസിലടിക്കാം, പിന്നെ അട്ടഹസിക്കാം. അതായത് കർത്താവ് നല്ലവനാണ്, എപ്പോഴും അവിടുന്ന് നല്ലവനാണ്. അതാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കണം. ഓക്കെ, റെഡിയാണോ? ഞാൻ നോക്കട്ടെ എങ്ങനെയാന്ന്. ഞാനിത് ഈ അടുത്ത കാലത്ത് ചെയ്യിപ്പിച്ചതിൽ ഏറ്റവും ശക്തമായിട്ട് ചെയ്തത് ചങ്ങനാശ്ശേരിക്കാരായിരുന്നു. അതുകൊണ്ട് മാവേലിക്കരയും ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള ഒരു കടുത്ത മത്സരത്തിലേക്ക് നമ്മൾ കിടക്കണം. ഓക്കെ, റെഡി? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. അതുപോലെ ഒന്നും ആയിട്ടില്ല. ഒരു അവസരം കൂടെ തരാം. സിസ്റ്റർമാരൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് വന്നില്ല, പെർഫോമൻസ് ഒന്നും വന്നില്ല. അതായത് സന്തോഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ എന്തായാലും കുർബാന കിടക്കുന്നത് നടക്കത്തില്ല ഇത്. അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്തോണം. അതാണ്, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കണം. ആഹ്ലാദാരവം കേട്ടോ. അപ്പൊ അത് ചെയ്തോണം. അപ്പൊ ജനതകളെ കരഘോഷം മുഴക്കണം, കർത്താവിന്റെ മുമ്പിൽ ആഹ്ലാദാരവം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അപ്പൊ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. പോരട്ടെ, നിർത്തരുത്. വെരി ഗുഡ്. നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. അവ അത് ദൈവമക്കൾ എന്നറിയാം. ഞാൻ പറയാൻ കാരണം, ആരാധന ദൈവജനത്തിന്റെ വിലാപം മാത്രമല്ല, ആഹ്ലാദ പ്രകടനം കൂടിയാണ്. ഈ വിജയിച്ചവന്റെ ആഹ്ലാദമാണ് യഥാർത്ഥത്തിൽ ആരാധന. വിജയം കിട്ടിയവന്റെ ആഹ്ലാദം, രക്ഷിക്കപ്പെട്ടവന്റെ സന്തോഷം, ദൈവം ജീവിതത്തെ വീണ്ടെടുത്തവന്റെ ആഹ്ലാദം, അതാണ് ആരാധന. അപ്പൊ അതിനകത്ത് ഈ സന്തോഷത്തിന്റെ ഒരു തലമുണ്ട്. നമ്മുടെയൊക്കെ ഈ പാട്ടുകളിലെല്ലാം ഉണ്ട്. അതുണ്ടത് നമ്മളത് എപ്പോഴും എല്ലാം നമ്മൾ വിലാപമാക്കി മാറ്റിയത് കൊണ്ട് നമുക്കത് അറിയാത്തതാണ്. മനസ്സിലായില്ലേ? അത് അസാധാരണമായ ആഹ്ലാദത്തിന്റെ പ്രകടനങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കകത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പ്രഭാത പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഉണ്ട് അല്ലേ? ദൈവം ഉയർത്ത് മഹത്വത്തോടെ, നമ്മളത് ദൈവം ഉയർത്ത് മഹത്വത്തോ സങ്കടത്തോടെ. അപ്പോ അത് ആഹ്ലാദം, ഉച്ചത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആഹ്ലാദ പ്രകടനമാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം, വെളിപാട് പുസ്തകം 19-ാം അധ്യായം, അവിടെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉച്ചത്തിൽ ഇതിനു ശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെത് പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയാ. എവിടെ കേട്ടത്? അപ്പൊ ഇവിടെ ഇത് പറയാത്തവരെല്ലാം അവിടെ ചെല്ലുമ്പോ അബദ്ധത്തിനങ്ങാണ്. അവിടെ ചെന്നാൽ അവിടെ ചെല്ലുമ്പോ പാടുപെടും. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ പറയണം. കർത്താവിന് നമ്മള് കുർബാനയ്ക്കകത്തൊക്കെ ദൂരം തവണയാ ഹല്ലേലൂയ പറയുന്നത്. ദൈവജനത്തിന്റെ ആഹ്ലാദ പ്രകടനമാണ്.
അപ്പൊ ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. ഇനി 5-ാമത്തെ വാക്യം 19:5 വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി ആവശ്യമുണ്ടായിട്ടല്ല. നമ്മൾ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും, നമ്മൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ദൈവം ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരുപോലാണ്. ആമേനല്ല, ഒരുപോലാണ്. അപ്പോ അതുകൊണ്ട് ദൈവം നമ്മൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവമഹത്വത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത്? നമ്മൾ സ്തുതിക്കുമ്പോൾ അത് നമുക്കാണ് പ്രയോജനം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കാണ് പ്രയോജനം. അതെന്താണ് പ്രയോജനം? അത് 22-ാം സങ്കീർത്തനങ്ങൾ 22-ൽ ഒരു വാചകം പറയുന്നുണ്ട്. 22-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുന്ന് ഇരിക്കുന്നത് അവിടുത്തെ ഇരിപ്പിടമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ സ്തുതിയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ സ്തുതിയാണ് ദൈവത്തിന്റെ സിംഹാസനം. എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ, ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഒരു കൂട്ടം മനുഷ്യർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതി ഒരു സിംഹാസനമായി മാറും. ആ സ്തുതിയുടെ സിംഹാസനത്തിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വരും. അതായത് മനുഷ്യൻ സ്തുതിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇപ്പൊ എൻ്റെ കൂടെയുള്ള ബ്രദറിനോട് ഞാൻ പറഞ്ഞു, നല്ല ദാഹം, ഇത്തിരി വെള്ളം കുടിച്ചാലോ. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ വെള്ളം തന്ന കടയിലെ ചേട്ടൻ ചോദിച്ചു, ഏത് സഭയാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കത്തോലിക്കരാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, പ്രാർത്ഥനയോ ആരാധനയൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, അങ്ങക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഊമയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയാണ്, ഞാൻ ഊമയായിരുന്നു, ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് സംസാരശേഷി തിരിച്ചു കിട്ടിയത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഉണ്ട്. മിണ്ടാതിരുന്നാൽ നീ അവസാനം വരെ അങ്ങനെ ഇരുന്ന് പോവും. കണ്ടോ? അപ്പൊ വഴിയെ വന്നവൻ പറയാണ്, വെള്ളം കുടിക്കാൻ നിർത്തിയെടുത്ത് പറയാണ്, ഞാൻ ഊമയായിരുന്നു. അച്ചോ, ഞാൻ ഊമയായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ പറയാണ്, ഊമയായിരുന്നു, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി ദൈവത്തെ ആരാധിച്ചപ്പോഴാണ് സംസാരശേഷി തിരിച്ചു കിട്ടിയത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അതാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. വേറെ കൂടി വരുന്ന സ്ഥലത്തൊന്നും ദൈവ സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല. സ്തുതിക്കുന്നിടത്ത്, ആരാധിക്കുന്നിടത്ത്, ദൈവനാമം വിളിക്കുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാലേ പ്രയോജനമുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഇനിയുള്ള കാലത്ത് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നവരും നമ്മൾ വിശ്വസിക്കുന്നവരും ഒന്നും ഒരു ദുരിതസന്ധിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ഇറക്കി കൊണ്ടുവരുന്ന ആരാധനാ സങ്കേതങ്ങൾ പരിചയം ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് കർത്താവ് എനിക്ക് തന്നൊരു സ്വരമായിരുന്നു, നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ടഴിയും എന്ന് പറഞ്ഞേ. നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ടഴിയും. നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ട്. മനസ്സിലായല്ലോ? അതായത് മുഴുവൻ കൃപകളും കിടക്കുന്നത് ഈ നാവിലാണ്. ദൈവത്തെ വിളിക്കാൻ പഠിക്കണം, ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ജനതതി ദേശത്ത് കയറി വരണം. ചെറിയവരും വലിയവരും കർത്താവിന്റെ ദാസരും ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ 22:3 സങ്കീർത്തനം 22:3 പറയുകയാണ്, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ്
ഇനി ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മറ്റൊരു നേട്ടം, സ്തുതിക്കുന്നവനുള്ള മറ്റൊരു നേട്ടം 8-ാം സങ്കീർത്തനത്തിലുണ്ട്. 8-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. 8-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിക്കാം. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട. അടുത്ത ഒരു ഗുണം, സ്തുതിച്ചാലുള്ള ഗുണം, ഇതൊരു സംരക്ഷണമാണ്. സ്തുതിക്കുന്നവന്റെ ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തി ഉയരും. സ്തുതി കൊണ്ട് കോട്ട കെട്ടണം എന്ന് പറഞ്ഞേ. സ്തുതി കൊണ്ട് കോട്ട കെട്ടണം, ആരാധന കൊണ്ട് കോട്ട കെട്ടണം. സ്തുതി കൊണ്ട് കോട്ട കെട്ടപ്പെടും. ശത്രുക്കളുടെയും രക്തദാഹികളുടെയും നടുവിൽ അവരെ നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് കർത്താവ് സുശക്തമായ കോട്ട കെട്ടി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിനെ അത്രയും ഹൃദയം തുറന്ന് നമ്മൾ സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം. അവിടെ 9-10 വാക്യങ്ങൾ. പ്രഭാഷകൻ 15, 9, 10. സ്തോത്രഗീതം പാപിക്ക്, ഉച്ചത്തി പറഞ്ഞേ, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. കാരണം എന്താണ്? അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. എന്താണ്? കർത്താവാണ് അതിനെ. മനസ്സിലായോ? ദൈവാത്മാവ് ഉള്ളിലുള്ളവനെ സ്തുതിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവനെ സ്തുതിക്കാൻ പറ്റും. പ്രഭാഷകൻ 43, പ്രഭാഷകൻ 43, 30-ാമത്തെ വാക്യം. പ്രഭാഷകൻ 43, 30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അവിടുന്ന് അതിന് ഉപരിയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ്. എല്ലാറ്റിനും ഉപരിയാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തില്ല. എത്ര പുകഴ്ത്തിയാലും, എത്ര സ്തുതിച്ചാലും, അല്ലേ? എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ല. അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ അതുകൊണ്ട് സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന കർത്താവ്, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് സ്തുതിക്കുന്ന കാര്യം ഓർത്തപ്പങ്ങ് പറഞ്ഞതേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. നമുക്ക് ഇന്നത്തെ നമ്മുടെ വചനചിന്തയിലേക്ക് കടക്കാം. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ നിർത്തി വായിക്കാം. ഉച്ചത്തിൽ. വെരി ഗുഡ്. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനുമാണ്. സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. മതി, നിർത്തിക്കേ. ഉസിയാ രാജാവ് മരിച്ച വർഷം. യെശയ്യാ പ്രവചനം നടത്തുന്നത് 4 രാജാക്കന്മാരുടെ കാലത്താണ്. അത് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. 4 രാജാക്കന്മാരുടെ ഭരണകാലത്താണ് യെശയ്യാ പ്രവചനം നടത്തുന്നത്. ഏതൊക്കെയാണ് രാജാക്കന്മാര്? യൂദാ രാജ ആമോസിന്റെ പുത്രനായ യെശയ്യായ്ക്ക് വായിക്കാം. യെശയ്യാ 1:1 വായിക്കാം. യെശയ്യാ 1. ആമോസിന്റെ പുത്രനായ
യേശയ്യായ്ക്ക് യൂദാ രാജാക്കന്മാരായ 1 ഉസിയ, 2 ഉസിയയുടെ മകൻ യോഥാം, അടുത്തത് ആഹാസ്, അടുത്തത് ഹെസക്കിയ. ഈ 4 രാജാക്കന്മാരുടെ കാലത്താണ് യേശയ്യ പ്രവചനം നടത്തുന്നത്. ഉസിയായുടെ സ്ക്രൈബായിരുന്നു, എഴുത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ഉസിയ രാജാവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പകർത്തി എഴുതുന്ന ജോലിയായിരുന്നു ആർക്ക്? യേശയ്യായ്ക്ക്. യേശയ്യ ഉസിയ രാജാവിന്റെ കസിനായിരുന്നു, ബന്ധുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ യേശയ്യ പ്രവാചകന്റെ പ്രത്യേകത, യേശയ്യ പ്രവാചകന് മറ്റ് പ്രവാചകന്മാർക്ക് ഇല്ലാതിരുന്ന ചില ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആമോസ് ഒരു ആട്ടിടയനായിരുന്നു. തെക്കോവായിൽ നിന്നുള്ള ആട്ടിടയനായിരുന്നു ആമോസിന് ബന്ധുബലമില്ല, ആമോസിന് മെന്റർ ഇല്ല, സ്പോൺസർ ഇല്ല, ബെനഫാക്ടർ ഇല്ല. ആമോസ് ഒരു സാധാരണ ആട്ടിടയൻ. അദ്ദേഹം പറയുന്നുണ്ട് ആമോസിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആരാണ്? ഞാനൊരു സാധാരണ ആട്ടിടയനാണ്, സാധാരണ ആട്ടിടയൻ. എന്നാൽ യേശയ്യ അങ്ങനെയല്ല. യേശയ്യായ്ക്ക് ഒരു പ്രഭു കുടുംബത്തിന്റെ പരിവേഷമുണ്ട്, രാജകുടുംബത്തിന്റെ സംരക്ഷണമുണ്ട്, രാജാവിന്റെ ബന്ധുവാണ്, രാജാവിന്റെ പകർത്തി എഴുത്തുകാരനാണ് യേശയ്യ. ഈ യേശയ്യയെ ദൈവം തന്റെ പ്രവചന ശുശ്രൂഷയ്ക്കായി വിളിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ യേശയ്യായ്ക്ക് നൽകപ്പെട്ടു. ഇപ്പോഴൊക്കെ യേശയ്യായ്ക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട്. എന്താണ്? സാധാരണ പ്രവാചകന്മാർക്ക് സെക്യൂരിറ്റി ഇല്ല, അവരെ വേട്ടയാടും. എന്നാൽ യേശയ്യായ്ക്ക് ഒരു സംരക്ഷണമുണ്ട്, ഉസിയ രാജാവ്. എന്നാൽ ആ ഉസിയ രാജാവ് സംരക്ഷണം ഇല്ലാതായപ്പോ, ഉസിയ രാജാവ് മരിച്ചപ്പോ, പിടിച്ച കരങ്ങൾ ദുർബലമായപ്പോ, കൂടെ നിന്നവര് അകന്നുപോയപ്പോ, ജീവിതത്തിൽ സംരക്ഷണത്തിന്റെ കവചങ്ങളറ്റ് ഇല്ലാതായപ്പോൾ യേശയ്യായ്ക്ക് ഇന്ന് വരെ ഇല്ലാതിരുന്ന മറ്റൊരു ആനുകൂല്യം ഉണ്ടായി. എന്താണ് ആനുകൂല്യം? അയാൾ ദേവാലയത്തിൽ വെച്ച് ദൈവത്തെ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടു. ഈ തിരുവനന്തപുരത്ത് മുട്ടട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളി ക്രോസ് പള്ളിയുണ്ട്. ആ പള്ളിയിൽ സാധാരണ അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ കുമ്പസാരിക്കാൻ പോകുന്നൊരു അച്ഛനുണ്ട്. അച്ഛൻ ജോസഫ് അച്ഛൻ. കണ്ണ് കാണത്തില്ല, പക്ഷെ ഒരു പ്രാവശ്യം ചെന്നാൽ ആളെ പിന്നെ അറിയാം. കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞ് കുമ്പസാരിക്കാൻ പോകണ്ട, പുള്ളിക്ക് അറിയാം. അപ്പൊ തന്നെ ഇന്ന ആളല്ലേ ചോദിക്കും. ഈ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, കണ്ണുണ്ടാതിരുന്ന കാലത്ത് ഞാൻ കാണാതിരുന്ന കർത്താവിനെ കണ്ണുപോയപ്പോൾ എനിക്ക് കാണാൻ കിട്ടി. കണ്ണുണ്ടായിരുന്ന കാലത്ത് എനിക്ക് കാണാതിരുന്ന കർത്താവിനെ, കാണാൻ സാധിക്കാതിരുന്ന കർത്താവിനെ എൻ്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഉസിയായുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യേശയ്യായ്ക്ക് കിട്ടാതിരുന്ന ഒരു ഭാഗ്യം ഉസിയ മരിച്ചപ്പോൾ കിട്ടുകയാണ്. ഉസിയ മരിച്ചപ്പോൾ ദേവാലയത്തിൽ വെച്ച് യേശയ്യായ്ക്ക് ദൈവത്തിന്റെ ദർശനം. രണ്ടാമത്തെ ഒരു ചിന്ത, ഉസിയ പ്രഗത്ഭനായ രാജാവായിരുന്നു. ഉസിയ രാജാവ്, അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അതായത് ഉസിയ യഥാർത്ഥത്തിൽ യൂദാ രാജാക്കന്മാരുടെ ചരിത്രത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു, വളരെ പ്രഗത്ഭൻ. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. ഉസിയ യൂദാ രാജാക്കന്മാരുടെ ലിസ്റ്റിലെ വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. ഇദ്ദേഹം 16 വയസ്സുള്ളപ്പോഴാണ് രാജാവാകുന്നത്. 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയ. നിങ്ങൾ കണ്ടോ 2 ദിനവൃത്താന്തം 26? കണ്ടോ? അപ്പോ അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള ഉസിയായെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. അപ്പോ ഈ മനുഷ്യൻ വളരെ പ്രഗത്ഭനായ രാജാവായിരുന്നു. 5-ാമത്തെ വാക്യം, തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസിയ, ഇനി ഈ അടുത്ത പാരഗ്രാഫ് മുഴുവൻ ഞാനത് വായിക്കുന്നില്ല, അത് മുഴുവൻ ഉസിയായുടെ നേട്ടങ്ങളാണ്. ഫിലിസ്തീനരുടെ ഗത്ത്, യാബിനെ, അഷ്ദോദ് തുടങ്ങിയ പട്ടണവും മതിലുകളും തകർക്കുകയും അറബികളെ നേരിടുകയും അതുപോലെ ഈജിപ്ത് വരെ അവന്റെ കീർത്തി വ്യാപിക്കുകയും ഗോപുരങ്ങൾ പണിത് ജെറുസലേമിനെ സുരക്ഷിതമാക്കുകയും കിണറുകൾ കുഴിക്കുകയും
അതുപോലെ കാലിക്കൂട്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുകയും അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു സൈന്യത്തെ സമാഹരിക്കുകയും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ എണ്ണവും അതിന്റെ ശേഷിയും ഒക്കെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരുക്കങ്ങൾ, ഇങ്ങനെ അവന്റെ പ്രാബല്യം വായിക്കാം. 15-ാമത്തെ വാക്യം, അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിന്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമായ വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി, അവന്റെ കീർത്തി വിദൂരദേശങ്ങളിൽ പടർന്നു. എന്നാൽ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ദൈവഭക്തിയിലേക്ക് നയിച്ച പ്രവാചകൻ സക്കറിയ മരിച്ചു. അദ്ദേഹം ആ കാലത്തെ ഒരു പുരോഹിതനായിരുന്നു ഈ മനുഷ്യ സക്കറിയ, ഇവിടെ പറയുന്ന സക്കറിയ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു? ഉസിയ ദൈവത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാര പ്രമത്തനായി തീർന്നു. എന്നു കേട്ടെ, എന്താ എന്നറിയാം? യൂദാ രാജാക്കന്മാരില് പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കാൻ ദൈവം മൗനാനുവാദം കൊടുത്തത് 2 രാജാക്കന്മാർക്കാണ്. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ? യൂദാ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കാൻ ദൈവം നേരിട്ട് കൊടുത്തായിട്ട് പറയുന്നില്ല, മൗനാനുവാദം 2 രാജാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതാർക്കാണ്? ഒന്ന് ദാവീദിനും, 2 സോളമനും. ദാവീദിനും സോളമനും. മറ്റു രാജാക്കന്മാരാരും തന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവരെ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഉസിയ എന്ത് ചെയ്തു? ഉസിയ നോക്കുമ്പോൾ ദാവീദ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, സോളമൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ധൂപം അർപ്പിച്ചിട്ടുണ്ട്, ബലിയർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം പോയി ധൂപം അർപ്പിക്കാന്ന് വിചാരിച്ച് അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ ധൂപപീഠത്തിന്റെ മുമ്പിൽ അദ്ദേഹം ധൂപം സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ 80 പുരോഹിതന്മാരെയും കൂട്ടി അസറിയ എന്ന് പേരുള്ള പ്രധാന പുരോഹിതൻ വന്ന് ഉസിയായെ തടഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഉസിയായെ തടഞ്ഞപ്പോ ഉസിയ കോപിച്ചു, പുരോഹിതന്മാരോട് കോപിച്ച് അവരെ ശാസിക്കാൻ തുടങ്ങുമ്പോൾ ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. അങ്ങനെ ജീവിതകാലം മുഴുവൻ, പിന്നീട് മരിക്കുന്നത് വരെ കൊട്ടാരത്തിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ താമസിച്ചൊടുവിൽ ഈ ഉസിയ കുഷ്ഠരോഗിയായി മരിക്കുകയാണ്. അപ്പൊ ഉസിയ മരിച്ചു കഴിഞ്ഞപ്പോ, ഉസിയ അശുദ്ധനായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോ, കുഷ്ഠരോഗിയായി മരിച്ചു കഴിഞ്ഞപ്പോ രാജ്യത്ത് ഒരു വാക്വം, ഒരു ശൂന്യതയുണ്ട്. ഇനി ഉസിയായുടെ മകൻ യോഥാമാണ് രാജാവാകുന്നത്. പക്ഷെ ഇപ്പോ യോഥാം രാജാവായിട്ടില്ല. രാജ്യത്തൊരു ശൂന്യതയുണ്ട്, ശൂന്യത. രാജാവില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? രാജ്യത്തിപ്പോ രാജാവില്ല. അപ്പൊ 2 പ്രശ്നമാണ് യേശയ്യായ്ക്ക്. ഒന്ന് സെക്യൂരിറ്റി ഇല്ല, ഒന്ന് സംരക്ഷണമില്ല. ബെനഫാക്ടർ മരിച്ചു, തന്നെ സംരക്ഷിച്ചിരുന്ന ആള് മരിച്ചു, തന്റെ ആശ്രയം മരിച്ചു, തന്റെ കവചം മരിച്ചു. രണ്ടാമത്തേത് രാജ്യം അനാഥമായി, രാജ്യത്തിന് രാജാവില്ലാതായി മാറി, സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു, ഭരിക്കാൻ ആരുമില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട യേശയ്യ ദേവാലയത്തിൽ നിൽക്കുമ്പോ ദേവാലയത്തിൽ വെച്ച് ദർശനം എന്താണ്? യേശയ്യ കണ്ട ദർശനം എന്താണ്? ഒരു 15 കുമ്പളങ്ങ തൂങ്ങിക്കിടക്കുന്നു. യേശയ്യ കണ്ട ദർശനം പറ. ദൈവമായ കർത്താവ്, ദേവാലയത്തിൽ ദൈവമായ കർത്താവ് പറ, ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇത്ര നാൾ ഇരുന്ന ആരാ? ഉസിയ ഇപ്പൊ എവിടാ? മരിച്ചു. ഇപ്പൊ ഈ സിംഹാസനം ഒഴിഞ്ഞു. അതാണ് യേശയ്യയുടെ ദുഃഖം. രാജാവില്ല, രാജ്യം അനാഥമായി, തനിക്ക് സംരക്ഷണമില്ല, തന്നെ ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. ഈ ഒരു ഭയപ്പാടിൽ യേശയ്യ ആരാധിക്കുമ്പോൾ ദൈവം ഒരു ദർശനം കാണിക്കുകയാണ്. യേശയ്യ, യഥാർത്ഥ രാജാവ് ഉസിയായല്ല, ഉസിയായുടെ മകൻ ഇനി രാജാവ് ആകാൻ പോകുന്ന യോദ്ധാമല്ല, ഇനി ആഹാസല്ല, ഹെസക്കിയ അല്ല. യഥാർത്ഥ രാജാവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവമാണ് ഭരിക്കുന്നത്.
ദൈവമാണ് രാജാവ്, ദൈവമാണ് ഭരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതൽ, ഈ സന്ധ്യയിൽ ഒരു കാര്യം കേൾക്കാമോ? അതായത് മനുഷ്യന് ഇന്ന് ഏറ്റവും കൂടുതൽ അവൻ്റെ ഉള്ളിൽ അരക്ഷിത ബോധം, ഭയം, ഉത്കണ്ഠ, ആകുലത, സമാധാനമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം മനുഷ്യന് കാട്ടിത്തരുന്ന ഏറ്റവും ശക്തമായ അവബോധമാണ് നമ്മളെ ഭരിക്കുന്നത് മനുഷ്യരല്ല, നമ്മളെ ഭരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്. ദൈവം രാജാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവമാണ് എന്നെ ഭരിക്കുന്നത്. ഞാൻ ഒരു 3 വാക്കുകൾ ജീവിതത്തിൽ ഒരു കാലത്ത് എനിക്ക് കിട്ടി. 3 വാക്കുകൾ. ആ 3 വാക്കുകളാണ് ഞാൻ ഓർക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കാൻ ഒരുപക്ഷെ എന്നെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി പേരെ പിന്നീട് സഹായിച്ചത് ഈ 3 വാക്കുകളാണ്. 3 വാക്ക്. എനിക്കൊരു കുഞ്ഞു പ്രാർത്ഥനാ മുറിയുണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ. ആ പ്രെയർ റൂമിൽ ഈ 3 വാക്കുകൾ ഞാൻ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ 3 വാക്കുകൾ നിങ്ങൾക്കറിയാം ഏതാ അത്? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഈ 3 വാക്ക് മതി ജീവിക്കാൻ. ഏതാണ് ആ വാക്ക്? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ദൈവമാണ് ഭരിക്കുന്നത്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ. എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും, എല്ലാ ഭരണകൂടങ്ങൾക്കും, എല്ലാ നമുക്ക് ഉപരി നിൽക്കുന്ന സർവ ശക്തികൾക്കും മീതെ നമ്മളെ ഭരിക്കുന്നത് ദൈവമാണ്. കർത്താവാണ് ഭരിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ ഭയം ഉണ്ടാവില്ല. ദൈവമാണ് ഭരിക്കുന്നത്. അതാണ് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടും, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയത്തില്ല. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടും, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. 10,000 എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല. ഭയം അറിയാത്തതിന്റെ കാരണം എന്താണ്? എല്ലാറ്റിൻ്റെയും മുകളിൽ, എല്ലാറ്റിനെയും ഭരിക്കുന്നത് ദൈവമായ കർത്താവാണ്. അപ്പൊ ഈ ഒരു ബോധ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നിങ്ങളിപ്പോ നമുക്കറിയാലോ, ഒത്തിരി മനുഷ്യരാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. അനീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കൃത്യമായ വാർത്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നില്ല, അതൊക്കെ വേണ്ട. പക്ഷെ നിങ്ങളൊന്ന് ചുറ്റുപാട് കണ്ണോടിച്ച് നോക്കിയോ. നമ്മൾ വായിക്കുന്ന വാർത്തകൾ, കേൾക്കുന്ന വാർത്തകളിലൊക്കെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്, അവരെ സഹായിക്കാൻ ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. അതായത് നമ്മുടെ നാട് ഒരു വയലന്റ് സൊസൈറ്റിയാണ്. നമ്മുടെ ഈ നാട് കേരളം ഒരു വയലൻസിന്റെ നാടാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് ചുറ്റി കൊണ്ട് ആളെ അടിച്ച് കൊല്ലുന്നു അതൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ നാട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരായ മാർഗത്തിൽ അത് നടക്കാൻ 98% പാടാണ്. ഈ നാട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ഒന്നുകിൽ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഘബലം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ബാങ്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നല്ല ഇഷ്ടം പോലെ ആള് വേണം, അല്ലെ പണം വേണം, സ്വാധീനം വേണം, അധികാരം വേണം, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോണിലൂടെ. ഭീഷണിപ്പെടുത്തുന്നവനും സംഘം ചേരുന്നവനും ഭീഷണിപ്പെടുത്തുന്നവനും വഴക്കുണ്ടാക്കുന്നവനും മാത്രമേ, മനസ്സിലായല്ലോ. നമ്മുടെ നാട്ടിലെ നിയമം മിക്കവാറും ഒക്കെ തന്നെ ഉച്ചത്തിൽ സംസാരിക്കുന്നവൻ പറയുന്നതാണ് ശരി, വോളിയം കുറവുള്ളവൻ പറയുന്നത് ശരിയല്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓഫീസുകളിൽ കയറി ഇറങ്ങി വിഷമിക്കുന്നവര്, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കിടന്ന് ഓരോ സംവിധാനങ്ങളുടെ ഈ തിണ്ണ കയറി ഇറങ്ങുന്നവര്, എന്തെല്ലാം മനുഷ്യ നമുക്ക് പറഞ്ഞാൽ ചിന്തിച്ചാൽ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്ന എത്രയോ കാര്യങ്ങൾ. പാവപ്പെട്ട മനുഷ്യൻ, എത്ര പേർക്ക് കാശ് കൊടുത്താലാണ് ഒരു പാവപ്പെട്ടവന് ഒരു വീട് വെക്കാൻ പറ്റുന്നത്, ഒരു കാര്യം തുടങ്ങാം, ഒരു സംരംഭം തുടങ്ങാൻ പറ്റും? ഒന്നും പറ്റില്ല. വല്ലാത്തൊരു വയലന്റ് സൊസൈറ്റിയാണ്. അതായത് ഇവിടെ കയ്യൂക്കുള്ളവനും ബലമുള്ളവനും ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയുന്നവനും പിന്നെ കുറെ ആളുകൾ കൂടെ ഉള്ളവനും കുറെ കാശുള്ളവനും മാത്രമേ ജീവിക്കാൻ പറ്റുന്ന, അങ്ങനെയാണ്. അങ്ങനെ ഒരു നാടായിട്ട് ഇത് മാറുമ്പോൾ, ഇവിടെ മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും മനുഷ്യന്റെ ജീവിതം അങ്ങനെ ആവുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, മനുഷ്യനെ കൊണ്ട് ഇനി നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ മക്കള് ഒരു കാര്യം തിരിച്ചറിയണം, നമ്മളെ ഭരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ചോദിക്കാനും പറയാനും എനിക്കൊരാളുണ്ട്. അതുകൊണ്ട് ജോബ് പറയും, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്. പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ, എനിക്ക് വേണ്ടി സംസാരിക്കുന്നവൻ,
കർത്താവാണ്. ഈ പണ്ട് ഈ ആളുകൾ ഇങ്ങനെ കവലയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കായിരുന്നു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷ വിരോധികള് ഈ വേലിപ്പത്തല് പറിച്ച് അടിച്ചു. ഇവരെ അടിച്ചു. അപ്പൊ ലൈറ്റൊക്കെ തല്ലിപ്പൊട്ടിച്ചു, ഇവരെ അടിച്ചു. 4 പാട് മനുഷ്യർ ചെതറി ഓടി. അപ്പൊ അവിടുത്തെ ഈ ലോക്കലായ കുറച്ച് പൊതുപ്രവർത്തകരൊക്കെ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു, ഇത് കേസ് കൊടുക്കണം. അപ്പൊ നിങ്ങൾ 2-3 പേര് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു, ഇത് കേസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കേട്ട ഉടനെ ഈ മനുഷ്യന് അടി കൊണ്ട സുവിശേഷകൻ പറഞ്ഞു, കേസ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കേസ് കൊടുക്കാൻ സമയം ആയില്ലല്ലോ, ഇപ്പൊ അടി കൊണ്ടിട്ട് 10 മിനിറ്റല്ലേ ആയുള്ളൂ, നിങ്ങൾ പോന്ന കണ്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അടി കൊണ്ടോണ്ടിരുന്നപ്പോ കൊടുത്തായിരുന്നെന്ന് പറഞ്ഞു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ വന്നവന് മനസ്സിലായില്ലത്. നിങ്ങൾക്ക് മനസ്സിലായി, കാരണം നിങ്ങൾ അങ്ങനെ ഒരുപാട് കേസ് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് മനസ്സിലായത്. പക്ഷെ അവന് മനസ്സിലായില്ല. അവൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ പോന്ന കണ്ടില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ കോടതി ഇതല്ല എന്ന് പറഞ്ഞു. ഇതിന് മേളിൽ നമുക്ക് വേറൊരു കോടതി ഉണ്ടെന്ന്. ആ കോടതിയിൽ അടി വാങ്ങിച്ചോണ്ടിരുന്നപ്പോ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഈ അടിച്ചവനെ നശിപ്പിക്കാനുള്ള കേസല്ല. നാളെ ഈ അടിച്ചവൻ ഈ പുസ്തകം പിടിച്ചോണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്ന് പറയും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ഇപ്പൊ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം തരാൻ വേണ്ടി ഇവിടെ ഒരു ബ്രദർ നിന്നില്ലേ, പുള്ളിയുടെ പേര് ജോൺ പോൾ. പണ്ടത്തെ പേര് ഓം പ്രകാശ്. കണ്ടില്ലേ? വലിയ ഓം പ്രകാശ് കള്ളും കഞ്ചാവുമായിട്ട് നടന്ന കാലത്ത് ഡൽഹിയിൽ വെച്ച് കൂട്ടുകാരി ബൈബിളും പിടിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ അവളെ ഇങ്ങനെ നടു റോഡിൽ അടിച്ചു ബൂസായിട്ട് തടഞ്ഞു നിർത്തി. കൂട്ടുകാരി കൂടെ പഠിക്കുന്നവളാ. അവളെ തടഞ്ഞു നിർത്തി. ഈ സഹോദരൻ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് നാണമില്ലേടെ എന്ന് പറഞ്ഞു. ഈ ബൈബിളും പിടിച്ച് പ്രാർത്ഥനയ്ക്ക് നിനക്ക് നാണം ഉണ്ടോടി എന്ന് പറഞ്ഞു. അന്ന് അവള് അവിടെ ആ തെരുവിൽ നിന്ന് ആ ഉഷ്ണച്ചൂടിൽ വെന്ത് നിന്ന് അവള് കേസ് കൊടുത്തു. ഊപ്പർ കോടതി കൊടുത്തു, അപ്പർ കോർട്ട്. അവള് കേസ് കൊടുത്തിട്ട് അവൾ ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ നോയിക്കോടാന്ന് പറഞ്ഞു. ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ നീ ഈ പുസ്തകം പിടിച്ച് ലോകത്തൂടെ തേരാപ്പാരാ നടക്കൂടാന്ന് പറഞ്ഞു. ഇപ്പൊ നടക്കുക. ദുബായിലാ വീട്ടിൽ കയറിയിട്ട് നാളുകളായി. ഇപ്പൊ നടപ്പാ ഇതും കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് കേസ് കൊടുത്താൽ അവിടെ ഒരു തീരുമാനമുണ്ട് എന്നാ ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സൈന്യങ്ങളുടെ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യെശയ്യ കണ്ടു. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ ഭരിക്കുന്നത് ഭരണകൂടങ്ങളല്ല, നമുക്ക് മുകളിലുള്ള യാതൊരു സംവിധാനങ്ങളുമല്ല. നമ്മളെ ഭരിക്കുന്നത് ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് എപ്പോഴും പറയണം, കർത്താവേ അങ്ങാണ് എൻ്റെ രാജാവ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കും. ഞാനൊരു പ്രാർത്ഥന ചൊല്ലാൻ പറയട്ടെ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ചൊല്ലാൻ പറഞ്ഞപ്പോഴൊക്കെ ആ പ്രാർത്ഥന വഴിതെറ്റി വിശ്വാസ പ്രമാണത്തിൽ എത്തിച്ചേരുകയും സ്തൗമങ്കാലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും എന്ന് പറഞ്ഞു. അപ്പൊ അത് മാവേലിക്കരയിൽ എങ്ങനെ സംഭവിക്കും നമുക്ക് നോക്കാം. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ മലങ്കരക്കാലോട് ചൊല്ലിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന. ചൊല്ലുമ്പോഴെല്ലാം അതിന്റെ ഗതി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരിഞ്ഞ് വിശ്വാസ പ്രമാണത്തിൽ എത്തുകയും പിന്നീട് സമകാലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു ഗതി. ഞാൻ നോക്കട്ടെ, നിങ്ങൾ കറക്റ്റായിട്ട് പറയാം. ഖുർആന്റെ പുസ്തകം തുറക്കരുത്. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും ചൊല്ലിക്കൊള്ളുക. മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി ശരീരപ്രകാരം മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്. അത് തന്നെ ഞാൻ അതാ പറഞ്ഞു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്. പിന്നെ സോമങ്കാലോസ്. അവ കറക്റ്റായിട്ട് ചൊല്ല്.
ഭേദം കൂടാതെ. അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റും. അവിടെ വെച്ചാണ് ഈ തെറ്റുന്നത്. ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും മനുഷ്യനായി തീർന്ന് ബാക്കി പറ. താണ്ട കിടക്കുന്നു. ഇത് എല്ലാ ദിവസവും ചൊവ്വാകരി ചൊല്ലിയതല്ലേ? പറ. ഭേദം കൂടാതെ തന്റെ കൃപയാൽ ഭേദം കൂടാതെ മനുഷ്യനായി തീരും. വല്ലവരും പള്ളി പോകുന്നവരും ഉണ്ടെന്ന് പറയാവോ? ഇത്രയും ഗതികേട് ലോകത്തൊരു സ്ഥലത്തും ഉണ്ടായിട്ട് ഇത് പറഞ്ഞു. മറ്റേത് ചൊല്ലുമെങ്കിലും ചെയ്യുമായിരുന്നു. ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങളുടെ എനിക്ക് വാക്കേ അറിയണ്ടേ. കുരിശിൽ തറയ്ക്കപ്പെടുകയും കുർബാന പുസ്തകം ഉണ്ടോ? ഒന്ന് നോക്കി വായിക്കാവോ? മരണമില്ലാത്തവനും തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവന്, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളുടെ സഹായം മതിയായി, ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും അതെനിക്ക് വേണ്ടേ വചനവും. അതാണ്, മനസ്സിലായോ? എല്ലാ കുർബാനയിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് വചനവും. പറ, വചനവും രാജാവും. വചനവും രാജാവുമായ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കും. വചനവും പറ രാജാവും. അപ്പൊ നമ്മുടെ രാജാവാണ്, നമ്മളെ ഭരിക്കുന്നത് കർത്താവാണ്. എന്ത് പ്രയാസം വരുമ്പോഴും ഇത് ഓർത്തോണം, എനിക്ക് മുകളിലുള്ളത് ദൈവമാണ്. ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്, ദൈവത്തോടാണ് ഞാൻ പറയുന്നത്, ദൈവമാണ് എന്റെ കേസെടുക്കുന്നത്, ദൈവമാണ് ഇതിനകത്ത് ഒരു തീരുമാനം തരുന്നത്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ വായിക്കാം. ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. സെറാഫിന് എത്ര ചിറക്? 6. ഇനി ആ ചിറകുകൾ കൊണ്ട് അവരെന്ത് ചെയ്തു? അടുത്ത വാക്യം. 2 ചിറകുകൾ കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറക് കൊണ്ട് അവർ പാദം മൂടി, ബാക്കി 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. ശ്രദ്ധിച്ചു വായിക്കുക. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ സെറാഫുകൾ, സെറാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോ ഒരു ഉപമയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്റെ വലിപ്പം ഉണ്ടെന്ന് വിചാരിച്ചു സെറാഫിന്, അങ്ങനൊന്നുമല്ല. ഉദാഹരണം, എത്ര ചിറകുണ്ട്? 6. ഈ ഭാഗത്തായിട്ട് ഒരു 2 ചിറകുണ്ട്, പിന്നെ ഈ നടുക്ക് ഭാഗത്തായിട്ട് 2 ചിറകുണ്ട്, താഴോട്ട് 2 ചിറകുണ്ടെന്ന് കൂട്ടിക്കും. 6 ചിറകിൽ 2 ചിറക് കൊണ്ട് മുഖം മൂടി. അപ്പോ ഈ മാലാഖയുടെ ഏതാണ്ട് പകുതി ഭാഗം മറഞ്ഞു. ബാക്കി 2 ചിറക് കൊണ്ട് കാല് മൂടി. അപ്പൊ മാലാഖയുടെ ബാക്കി ഭാഗവും മറഞ്ഞു. അപ്പോ 4 ചിറകുകൾ കൊണ്ട് മാലാഖ സ്വയം കവർ ചെയ്തു, മൂടി, സ്വയം മറച്ചു. മറച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, കിടക്കുകയാണോ, പറക്കുവാണോ? പറന്നുകൊണ്ടാണ്. ഇനി അവര് പറഞ്ഞത് എന്താണ്? പരിശുദ്ധൻ പരിശുദ്ധൻ. ആരോട് പറഞ്ഞു? ദൈവത്തോടല്ല, പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. എന്താണ്? പരിശുദ്ധൻ. അങ്ങനെയാണെങ്കിൽ അതായത് അവര് നമ്മൾ പറയുന്ന പോലെ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നമ്മൾ പറയുന്ന പോലെ ദൈവത്തോട് പറഞ്ഞല്ല. ആരോടാ പറഞ്ഞേ? അപ്പൊ പറഞ്ഞത് എങ്ങനായിരിക്കും? അപ്പൊ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന അത്ഭുതത്തോടല്ല പറഞ്ഞത്, പരിഭ്രമത്തോടെ, പേടിച്ചിട്ട്, നിൽക്കാൻ പറ്റാതെ ഫ്ലട്ടർ ചെയ്തുകൊണ്ട്
രണ്ട് ചിറക് ഇങ്ങനെ വീശി അടിച്ച് അസ്വസ്ഥരായിട്ട് പറന്ന് അവർ പരസ്പരം അടുത്ത ഒരു മാലാഖ മറ്റൊരു മാലാഖയെ കാണുമ്പോ പറയാണ് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഈ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തതുപോലെ ദൈവം പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയാ. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തിരിച്ചറിയണം, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? പരിശുദ്ധി. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് പരിശുദ്ധിയാണ്. അപ്പൊ ആ പരിശുദ്ധി തങ്ങൾക്കില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ തട്ടിച്ചു നോക്കാൻ പറ്റുന്നത്ര പരിശുദ്ധി തങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ കിടന്ന് വേവലാതിയോടെ ചിറകടിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശയ്യ കാണുകയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമക്കളെ, നമുക്ക് ദൈവം പരിശുദ്ധനാണ് എന്ന ബോധ്യം കിട്ടിയാലേ നമുക്ക് നമ്മുടെ അശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം കിട്ടത്തുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള ധാരണയനുസരിച്ചാണ് നമ്മുടെ ധാർമ്മിക നിലവാരം രൂപപ്പെടാൻ പോകുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ദൈവത്തെ കുറിച്ച് പുലർത്തുന്ന ധാരണകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ ധാർമ്മിക ജീവിതം. നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്താണോ കാണുന്നത്, ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവസങ്കല്പം അനുസരിച്ച് ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ഞാൻ 2-3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തേത് 5-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. 5-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ഒന്നുറക്കെ വായിക്കാമോ അത്? അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കത്തില്ല. ഒന്നുകൂടെ വായിക്കാമോ? അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 15-ാമത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 15:13. പ്രഭാഷകൻ 15:13. ഉച്ചത്തിൽ എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. അതായത് എല്ലാ തിന്മയും കർത്താവ് വെറുക്കുന്നു. ഇനി നിങ്ങൾ എടുക്കേണ്ടത് ഹബക്കൂക്കിന്റെ പുസ്തകം. അത് എടുക്കാൻ എളുപ്പം മത്തായി എന്ന് പുറകോട്ട് മറിക്കുന്നതാണ്. അല്ലെ നമ്മൾ ഊപ്പാട് വരും ഈ ഹബക്കൂക്ക് കണ്ടുപിടിക്കണോ. മത്തായി എടുത്തിട്ട് അവിടുന്ന് പുറകോട്ട് മറിച്ചാൽ കുറച്ച് മറിച്ച് കഴിയുമ്പോൾ കിട്ടി, ഹബക്കൂക്ക് കിട്ടും. കിട്ടിയോ? ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഉച്ചത്തിൽ അങ്ങയുടെ കണ്ണുകൾ, ഹബക്കൂക്ക് 1:13, അങ്ങയുടെ കണ്ണുകൾ തിന്മ കാണാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ, അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് സാധിക്കുകയില്ല. കർത്താവേ, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധമാണ്. അപ്പോ ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് അശുദ്ധമായത് ദൈവം ടോളറേറ്റ് ചെയ്യില്ല. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധിയുടെ പ്രത്യേകത. വെളിപാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം 27-ാം തിരുവചനം. വെളിപാട് 21:27. വെളിപാട് 21:27 വായിക്കാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അവിടെ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-17 വായിക്കാം. ഇങ്ങനെ എന്താണ്? പത്രോസ് 1 പത്രോസ് 1:16 ഒന്ന് വായിക്കാമോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നു. 15 വായിച്ചേ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം. എന്തുകൊണ്ടാണത്? നമ്മളെ വിളിച്ച ദൈവം പരിശുദ്ധനായിരിക്കുന്നത്. ദൈവം പരിശുദ്ധനായതുകൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ
എന്ത് വേണം? വിശുദ്ധി. അത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, സോറി 6 ഹെബ്രായ ലേഖനം, അതെ, ഹെബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കേണ്ടത് ഹെബ്രായർ 12:14 ഹെബ്രായർ 12:14 വായിക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. ഇനി 2 കൊരിന്തോസ് 7:1 2 കൊരിന്തോസ് 7:1 പ്രിയപ്പെട്ടവരെ, 2 കൊരിന്തോസ് 7:1 വായിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കാമോ? എന്നെ അല്പസമയം ശ്രദ്ധിക്കണേ. അതായത് ഇവിടെ യെശയ്യാ ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തെ കാണുന്നത്, അദ്ദേഹം കാണുന്നത് മാലാഖമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പരസ്പരം പറയുന്നു, ദൈവം പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ആ പരിശുദ്ധിയെ കാണുന്ന സമയത്ത് തൻ്റെ അശുദ്ധി എന്താണെന്ന് മനസ്സിലാവുകയാണ്. നിങ്ങൾ യെശയ്യാ പ്രവചനത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരിക. ഈ മനുഷ്യൻ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ താൻ അശുദ്ധനാണെന്ന് പറയുന്ന ഒരാളല്ലായിരുന്നു. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ പല കൂട്ടം ആളുകളെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ദുരിതം, അവർ മോശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ല. യെശയ്യായുടെ സ്വഭാവം കാണാൻ പോവാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക്. അപ്പോൾ യെശയ്യാ കാണുകയാണ്, വലിയ എസ്റ്റേറ്റിനകത്ത് ഒറ്റയ്ക്കൊരു വീട് വെച്ച് വേറെ ആർക്കും താമസിക്കാൻ സ്ഥലം കൊടുക്കാതെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ കണ്ടിട്ട് യെശയ്യാ പറയുകയാണ്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് ദുരിതം. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചേ. ഇനി നിങ്ങൾ വായിക്കേണ്ടത് 5-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ വാക്യം. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക്. അടുത്ത കൂട്ടരെ യെശയ്യാ കാണുകയാണ്. അപ്പൊ ഈ സമ്പന്നന്മാരെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ മോശപ്പെട്ടവരാണ്. ഇനി അടുത്തത് മദ്യപാനികളെ നോക്കിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ദുരിതം. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഇനി 18-ാമത്തെ വാക്യം, നുണയുടെ കയറ് കൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. 20, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം, തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധി എന്നും കരുതുന്നവന് ദുരിതം, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിച്ച് നിരപരാധിക്ക് നീതി നിഷേധിക്കുന്നവന്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ ദൈവത്തെ കാണുന്നതിന് മുമ്പ് വരെ, തലേന്ന് വരെ യെശയ്യാ എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് ദുരിതം. ഇങ്ങനെ സമൂഹത്തില് മനുഷ്യരുടെ കുറ്റങ്ങള് കണ്ടുപിടിച്ച് അവരെല്ലാവരും മോശപ്പെട്ടവരാണെന്നും താൻ മാത്രമാണ് ഈ സമൂഹത്തിൽ നല്ലവനെന്നും വിചാരിച്ചിരുന്ന യെശയ്യാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉറക്കെ വിളിച്ച് കരയാണ്, അയ്യോ എനിക്ക് ദുരിതം. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അവര് മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാ ഇപ്പോൾ മുതൽ സ്വയം പറഞ്ഞു തുടങ്ങുകയാണ്, അവരാരുമല്ല മോശപ്പെട്ടവര്, അയ്യോ എനിക്ക് ദുരിതം. എപ്പോഴാണെന്നറിയാം പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ പരിശുദ്ധിയെ സമീപിക്കുന്നത് വരെ, വെളിപ്പെട്ട് വരുന്നത് വരെ ഒരു മനുഷ്യന് തൻ്റെ അശുദ്ധി എന്താണെന്ന് മനസ്സിലാവത്തില്ല. ചെളിക്കകത്ത് കിടക്കുന്നവന് വൃത്തി എന്താന്ന് മനസ്സിലാവില്ല. ഇപ്പോ
കുഞ്ഞു പിള്ളേർ വന്നിട്ട് ഞങ്ങളോടൊക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട്. അതെന്താണെന്നറിയാം? കുഞ്ഞു പിള്ളേർ വന്നിട്ട് കൈ എടുത്ത് വെക്കും, അവരുടെ കൈ എടുത്ത് വെക്കും. നിങ്ങൾക്കറിയാലോ, ഞാനൊരു കറുത്തവനായ അബ്ഗാറാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്തു, ഈ കുഞ്ഞുങ്ങൾ വരും, നല്ല വെളുത്ത കൈയുള്ള പിള്ളേർ വന്നിട്ടേ ഈ കൈ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പറയും, അയ്യേ അച്ഛൻ്റെ കൈ കറുത്താന്ന് പറയും. ഞാൻ എൻ്റെ കൈ വെളുത്താന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ വെളുത്തൊരു കൈയുടെ മുമ്പിൽ വെക്കുമ്പോഴാണ് എൻ്റെ കൈ എത്ര കറുത്താന്ന്. നമ്മളെക്കാൾ മെച്ചപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോഴേ, ദൈവത്തിന്റെ പരിശുദ്ധി വെളിപ്പെടുമ്പോഴേ നമ്മുടെ അശുദ്ധി എന്താ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മൾ വളരെ നല്ലതാണെന്ന് വിചാരിക്കും, നമുക്ക് കുറവുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ സമാനമായ മറ്റൊരു സന്ദർഭം ബൈബിളിലുള്ളത് ലൂക്കാസ് വിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലാണ്. അതൊന്ന് എടുക്കാം. ലൂക്കാസ് വിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കാം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും, ഉറക്കെ വായിക്കാമോ? ദൈവവചനം ശ്രവിക്കാൻ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്നവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്ക. വായിക്കാമോ? ശിമയോൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ച ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, ഞാൻ അകന്നു പോകണേ, ഞാൻ പാപിയാണേ. എപ്പോഴാ? ഇത് കർത്താവാണ് എന്ന് മനസ്സിലായപ്പോ, ഇത് ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ, ദൈവ സാന്നിധ്യത്തിലാണ് താൻ നിൽക്കുന്നതെന്ന വെളിപ്പാട്, ആ ബോധം, അവബോധം, ആ വെളിച്ചം കിട്ടിയപ്പോ പത്രോസ് പെട്ടെന്ന് താൻ പാവിയാണ് എന്ന് പറഞ്ഞ് അവന്റെ ഈ പുറങ്കുപ്പായം ധരിച്ച് കടലിലേക്ക് ചാടി. മറ്റൊരു വചനം എടുക്കാം. ജോബിന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകം, സങ്കീർത്തനത്തിന് തൊട്ട് മുമ്പ് ജോബിന്റെ പുസ്തകത്തില് 29-ാമത്തെ അധ്യായം. എന്നെ കേട്ടെ, മടുത്തോ? ഇങ്ങോട്ട് നോക്കണേ. അതായത് ഈ ദൈവം, ഈ ജോബിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാല്, ജോബിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നോക്കണ്ട, ആദ്യത്തെ അധ്യായത്തിൽ ഈ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവ്, നമുക്കിങ്ങനെ പറയാം, പരിശുദ്ധാത്മാവ് പറയുന്നു, ജോബ് ആ ദേശത്ത്, പൗരസ്ത്യ ദേശത്ത് ജീവിച്ചിരുന്ന നീതിമാനായ നല്ലവനായൊരു മനുഷ്യനായിരുന്നു. ജോബ് നല്ലവനാണെന്ന് ആദ്യം പറയുന്നത് ഈ ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ഇനി ലോകത്തൊരു മനുഷ്യന്റെയും നന്മ അംഗീകരിക്കാത്ത ഒരുത്തന്റെ പേരാണ്, പറ, എന്തോ? ശരിയാ, സാത്താൻ. ലോകത്തൊരു മനുഷ്യന്റെയും നന്മ അംഗീകരിക്കാത്തവന്റെ പേരാണ്. അവനെ കുറിച്ച് പറയുന്നത് വെളിപാട് 12:11 പറയുന്നത്, നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവനെന്നാണ്. സാത്താന്റെ ജോലി എന്താണ്? ദുഷിക്കുക, പഴി പറയുക. ആരുടെ ജോലിയാ ഇത്? ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ ലോകത്ത് 2 ശുശ്രൂഷയേ ഉള്ളൂ. ഒന്നാമത്തെ ശുശ്രൂഷയാണ് ഈ ദുഷിക്കലിന്റെ ശുശ്രൂഷ, കുറ്റം പറച്ചിലിന്റെ ശുശ്രൂഷ. അതിന്റെ തലവൻ ആരാണ്? ലീഡർ, ടീം ലീഡർ, മിനിസ്ട്രിയുടെ തലവൻ ആരാണ്? ശാശ്. ആരാ? ശാശ്, പിശാജ്. ആരാണ്? പിശാജ്, സാത്താൻ. കുറ്റം പറച്ചിലിന്റെ ശുശ്രൂഷ. ഇനി വേറൊരു ശുശ്രൂഷയുണ്ട്. അതേതാണ്? പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അവൻ തന്റെ പിതാവിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു. 2ാമത്തെ ശുശ്രൂഷ. ഈ ലോകത്ത് 2 ശുശ്രൂഷയേ ഉള്ളൂ. 1 കുറ്റം പറച്ചില്ല ശുശ്രൂഷ, 2 മധ്യസ്ഥം വഹിക്കുന്ന ശുശ്രൂഷ.
അതിൻ്റെ ലീഡർ ആരാ? യേശു. ഏത് ടീമിൽ ചേരണമെന്ന് അവനവൻ തീരുമാനിച്ചോണം. കുറ്റം പറച്ചിലിൻ്റെ ശുശ്രൂഷയിലാണോ, മധ്യസ്ഥം പ്രാർത്ഥന? അതായത് എന്തെങ്കിലും ഒരു തിന്മ കാണുന്നു, ഇടവകയിൽ ഒരുത്തൻ താമസിച്ച് വരികയാണ്, എല്ലാ ആഴ്ചയും ഇവർ ലേറ്റായിട്ടാണ് വരുന്നത്. അച്ഛൻ പ്രസംഗിച്ച് കഴിയുമ്പോഴേ മനഃപൂർവ്വം അങ്ങനെ വരുന്നതല്ല, അവർ വരുമ്പോൾ അങ്ങനെ പലർക്കും ഈ സിനിമയിലൊക്കെ ആദ്യം എഴുതുന്ന പോലെ ഈ ഈ ഈ സിനിമയിലെ സംഭവങ്ങൾക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരുമായിട്ടും എന്ന് പറയുന്ന പോലാണ് ചില ആളുകൾക്ക് ഒരു സാമ്യമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പകുതിയാകുമ്പോഴാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ പള്ളി നേരത്തെ വന്നാൽ താമസിച്ച് വരുന്നവരെ കാണുമ്പോൾ നമുക്ക് എന്നാ തോന്നുന്നത്? പുച്ഛം. പെട്ടെന്ന് നമ്മളങ്ങ് നല്ലവരായി അല്ലേ? നമ്മൾ വിചാരിക്കും, ഓ ഞാനൊക്കെ നേരത്തെ വന്നു, ഇതൊക്കെ കയറി വരുന്ന കണ്ടില്ലേ? കുറ്റം പറച്ചിലിന്റെ ശുശ്രൂഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താമസിച്ച് വരുന്ന ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പുറത്ത്, കർത്താവേ, എനിക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നീ കൃപ തരുന്നുണ്ട്, ഈ കുടുംബത്തെ കൂടെ പെട്ടെന്ന് വരാൻ നീ സഹായിക്കണേ. ലോകത്താരേലും അങ്ങനെ ചെയ്യുമോ? എന്നാലോചിച്ച് നോക്ക്. ചുരുക്കം വല്ലവരും ചെയ്തെങ്കിലായി. കൂടുതൽ പേര് എന്നാ ചെയ്യുന്നേ? കുറ്റം പറച്ച്. 2 ശുശ്രൂഷയേ ഉള്ളൂ: മിനിസ്ട്രി ഓഫ് ആക്യൂസേഷൻ, മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ. ഏത് ടീമിൽ ചേരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. അപ്പൊ സാത്താന്റെ ജോലി കുറ്റം പറച്ചിലാണ്. കുറ്റം പറഞ്ഞ് നടക്കും. ആ സാത്താൻ പോലും ജോബിനെ കുറിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? ദൈവത്തോട് പറയാണ്, അവൻ നീതിമാനായിരിക്കുന്നത് വെറുതെയാണോ, ചുമ്മാതാണോ? നീ അവന് വേണ്ടതെല്ലാം കൊടുത്തിട്ടല്ലേ? അപ്പൊ സാത്താൻ സമ്മതിക്കുകയാണ്, ഇംപ്ലിസിറ്റ് ആയിട്ട് സമ്മതിക്കുകയാണ്, ജോബ് നീതിമാനാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവ് പറയുന്നു ജോബ് നീതിമാനാണ്. സാത്താൻ പറയുന്നു ജോബ് നീതിമാനാണ്. ഇനി ജോബ് പറയാണ് ഞാൻ നീതിമാനാണ്. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിക്കാം. ജോബിന്റെ പുസ്തകം 29 അധ്യായം, ജോബ് 29. വായിക്കേണ്ടത് ഈ 29. ഒരു കാര്യം ചെയ്തോ, ജോബിന്റെ പുസ്തകം 31 എടുക്കും. 31 1-ാമത്തെ വാക്യം മുതൽ വായിച്ചോ. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു അതിന്റെ അർത്ഥം എന്താ? കന്യകയെ നോക്കുമെന്നാണോ നോക്കത്തില്ലെന്നാണോ? നിങ്ങൾ വായിച്ചപ്പോൾ എന്താ മനസ്സിലായി? പണ്ടൊരുത്തൻ പറഞ്ഞു, ഈ പറഞ്ഞ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഇല്ലേ അതല്ലേ ഇപ്പൊ ചോദിച്ചിട്ട് കിട്ടാതിരുന്നു. ഇത്ര കാലമായിട്ട് ചോദിക്കുകയാണ്, കിട്ടാതിരുന്നതിന്റെ രഹസ്യം എപ്പോഴല്ലേ പിടികിട്ടിയെന്ന് പറഞ്ഞ ഒരുത്തൻ ബൈബിൾ വാക്യമായിട്ട് വന്നു. തരുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയധികമായി നൽകുകയില്ല എന്ന് പറഞ്ഞാൽ നൽകും എന്നാണ്. എന്ന് പറഞ്ഞ പോലാണ് ഇത്. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കുമെന്നാണോ? നോക്കത്തില്ലെന്നാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെ ദുഷിച്ച കണ്ണോടെ നോക്കിയിട്ടില്ലെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റുമോ? ഞാനില്ലെന്തായാലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോട്ടെ, അങ്ങനെ ആർക്ക് പറയാൻ പറ്റും അല്ലേ? ആസക്തിയോടെ സ്ത്രീയെ ബാർ പുരുഷനെ, അതുകൊണ്ട് നിങ്ങളങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ആസക്തിയോടെ സ്ത്രീയെ അഥവാ പുരുഷനെ നോക്കുന്നവൾ. അപ്പോ ജോബ് പറയാണ്, പൊന്നു സാറേ, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഒരു പെങ്കൊച്ചിനെ ഞാൻ തെറ്റായ കണ്ണോടെ നോക്കിയിട്ടില്ല. എഴുതി വെച്ചോണേ. 1. അടുത്തത്, ജോബ് തന്റെ അവസ്ഥ പറയണത് ഈ പറയുന്നൊന്നും നുണയല്ല കേട്ടോ, ഇത് കറക്റ്റാണ്. ഇനി 7-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം 5. ഞാൻ കപടതയോടെ സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്നാണോ ചെയ്തിട്ടില്ലെന്നാണോ? ഇല്ലെന്നാ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ ജോബ് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വായിക്കാൻ പോവാണ്. വാക്യം 5. ഞാൻ കപടതയോടെ സഞ്ചരിച്ചിട്ടില്ല,
എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊണ്ടിട്ടില്ല. എണ്ണിക്കോണേ. 2. 3, വാക്യം 7. ഞാൻ വഴിതെറ്റിപ്പോയിട്ടില്ല, കാണുന്നതിലെല്ലാം അഭിലാഷം പൂണ്ടിട്ടില്ല, എൻ്റെ കരങ്ങൾ കളങ്കിതമല്ല. 3 പറ. 6 പുണ്യമാണേ. 6. അടുത്തത് 9ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടില്ല. 7. ഞാൻ കൂട്ടുകാരന്റെ വാതിക്കൽ അവന്റെ ഭാര്യയെ ആഗ്രഹിച്ച് പതിയിരുന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എണ്ണിക്കോണം നിങ്ങളെ. എന്റെ കണക്കെല്ലാം പോയി, നിങ്ങൾ എണ്ണിക്കോണം. ഇനി 13. പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടില്ല. ഇനി അടുത്തത് 16ാമത്തെ വാക്യം. പാവങ്ങൾ ആഗ്രഹിച്ചതൊന്നും ഞാൻ മുടക്കിയിട്ടില്ല, വിധവയുടെ കണ്ണുകൾ ഞാൻ അന്ധമാക്കിയിട്ടില്ല, എൻ്റെ ആഹാരം ഞാൻ തന്നെ ഭക്ഷിച്ചിട്ടില്ല, അനാഥർക്ക് അതിൻ്റെ ഓഹരി കൊടുക്കാതിരുന്നിട്ടില്ല. ഇനി അനാഥനെ, വാക്യം 18. ചെറുപ്പം മുതൽ ഞാൻ അനാഥനെ എൻ്റെ അപ്പനെ നോക്കുന്നത് പോലെ പോറ്റുകയും ജനിച്ചപ്പം മുതൽ നയിക്കുകയും ചെയ്തു. വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി 21. വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ 10 പേരുണ്ടെന്ന് കണ്ട്, അനാഥനും പാവപ്പെട്ടവനും എതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടില്ല. ഇനി 24. സ്വർണത്തിൽ എൻ്റെ ആശ്രയം വെച്ചിട്ടില്ല, തങ്കത്തിൽ എൻ്റെ പ്രത്യാശ വെച്ചിട്ടില്ല. ഇനി 29. എന്നെ വെറുക്കുന്നവൻ അവന് നാശം വന്നപ്പോ ഞാൻ അതിൽ സന്തോഷിച്ചിട്ടില്ല, അവനൊരു അനർത്ഥം വന്നപ്പോ അതിൽ ഞാൻ അവന് നാശം വരാൻ വേണ്ടി ഞാൻ അവനെ ശപിച്ച് പാപം ചെയ്തിട്ടില്ല. 32. പരദേശിയെ ഞാൻ തെരുവിൽ പാർപ്പിച്ചിട്ടില്ല, എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെന്ന്. പരദേശിയെ തെരുവിൽ കിടക്കാൻ സമ്മതിച്ചിട്ടില്ല. വഴിപോക്കൻ എൻ്റെ വാതിൽ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ തിന്മകളെ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായി ചമഞ്ഞിട്ടില്ല. ആൾക്കൂട്ടത്തെ ഭയപ്പെട്ട് മനുഷ്യനോട് മനുഷ്യൻ ദ്രോഹം ചെയ്യുമ്പോൾ ഞാൻ വാബൂട്ടി മിണ്ടാതിരുന്നിട്ടില്ല. ഇനി താഴോട്ട് വരുമ്പോ 38. എൻ്റെ വയലുകൾ എനിക്കെതിരെ, ഇനി മനുഷ്യരോട് ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, മണ്ണിനോടും ചെയ്തിട്ടില്ല. എൻ്റെ വയലുകൾ എനിക്കെതിരെ നിലവിളിച്ചിട്ടില്ല, അതിൻ്റെ ഉഴവുചാലുകൾ എനിക്കെതിരെ കരഞ്ഞിട്ടില്ല, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടില്ല, അതിന് ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സത്യമേ പറയാവൂ? ഞാനില്ല, ഈ കളി ഞാനില്ല, കാരണം ഞാൻ ഔട്ടാണ്. ഇനി നിങ്ങൾ വല്ലവരും ഇത്രയും പരിശുദ്ധരുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു 10-20 ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ ജോബിനെ പോലെ ഞാനും ഉണ്ട്. ഇങ്ങനെ ഞാൻ ഒന്നാമത്തെ ദുഷിച്ച ലാക്കോടെ പെങ്കൊച്ചിനെ നോക്കിയിട്ടില്ല മുതൽ എൻ്റെ വയൽ എനിക്കെതിരായി നിലവിളിച്ചിട്ടില്ല, അവിടം വരെയുള്ള ഒത്തിരി കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യം വെച്ചിട്ട് നിങ്ങൾ പറ, ഞാനും ജോബും ഒരുപോലെ എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെന്ന് കേൾക്കാവോ? ഞാൻ ഇല്ലേ? നിങ്ങൾ വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളുടെ അഡ്രസ്സ് തരണം. നിങ്ങളെ ഒന്ന് ശിഷ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വല്ലവരും ഉണ്ടോ? ഓ ഇല്ല. ഇല്ല, ആരുമില്ല. അപ്പോ ഇന്ന് ഈ രാത്രിയിൽ വചനം പറയുന്ന എന്നെക്കാളും വചനം കേൾക്കുന്ന നിങ്ങളെക്കാളും ഒക്കെ നല്ലവനായിരുന്നു ആര്? യോബ്. എന്നാൽ ഒരിക്കലും ഈ മനുഷ്യൻ ദൈവത്തെ കണ്ടു. ജോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം, 42-ാം അധ്യായം വാക്യം 5. ജോബ് 40, എല്ലാവരുടെ അടുത്ത് ജോബ് 42:5. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുണ്ട്. മനസ്സിലായി? അയാൾ പറയാണ്, ഞാൻ നല്ല ഭക്തനാണ്, പക്ഷെ ഇനി ഞാൻ അങ്ങയെക്കുറിച്ച്, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം, എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുകയാണ്. എന്താണ് അതിന്റെ റെസ്പോൺസ്? അതിനാൽ അയ്യോ, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധിയെ മനസ്സിലാകാത്ത ഒരാൾക്ക് സ്വന്തം അശുദ്ധിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് ഒരു വ്യത്യാസവും വരുത്താൻ ഇല്ലെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും വിചാരിക്കും നമ്മൾ സ്വർഗത്തിൽ പോകുന്ന. ഹലോ,
എന്തെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കണ്ടിട്ടില്ല. എനിക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം സൂര്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സൂര്യൻ വളരെ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയാം. സൂര്യൻ എൻ്റെ അളിയനാന്ന് പറയാം, അമ്മായിയുടെ മോനാന്ന് പറയാം, ഞാനും സൂര്യനും ഒരുമിച്ച് വളർന്നാന്ന് പറയാം, സൂര്യനെ ഞാൻ മച്ചാനേന്നാ വിളിക്കുന്നതെന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഈ ദൂരെ നിൽക്കുമ്പോൾ അടുത്ത് ചെല്ലുമ്പോഴോ അടുത്ത് എന്നാ കത്തിപ്പോവും. അങ്ങനെ സമീപിക്കാനാവാത്ത പരിശുദ്ധിയുടെ പേരാണ് ദൈവം. പക്ഷെ ആ ദൈവത്തിനടുത്ത് നിൽക്കുമ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് യാതൊരു പശ്ചാത്താപവും ഇല്ലാത്തതുപോലെ പലപ്പോഴും നമ്മൾ നല്ലവരാണെന്നാണ് വിചാരിക്കുന്നത്. യേശയ്യ ഒരിക്കൽ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ അയാൾ മാറത്തടിച്ച് നിലവിളിച്ചു. അയാൾ പറഞ്ഞു, നീ പാപി, നീ പാപി, നീ പാപി, നീ പാപി എന്ന് സമൂഹത്തിലെ തിന്മ നിറഞ്ഞ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ദുരിതം വിളിച്ചു പറഞ്ഞ മനുഷ്യൻ ഒരിക്കൽ ദൈവത്തെ കണ്ടപ്പോൾ ആ മനുഷ്യൻ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ പാപി, ഞാൻ നശിച്ചു. വോ അൻടു മീ, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനും അശുദ്ധമായ അധരങ്ങളുള്ളവനുമാണ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ സമീപത്ത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ദൈവം പരിശുദ്ധനും നമ്മൾ അശുദ്ധരുമാണ്. ഒന്ന് എഴുന്നേക്കാവോ? ഇന്നലെ ഞാൻ നിങ്ങളെ വളരെ ക്രൂരമായി 2 മണിക്കൂർ ഇരുത്തി. ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയുടെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. നമുക്ക് ഈ അധ്യായം മുഴുവൻ പോകാനുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്, നമുക്ക് ഒത്തിരി തെറ്റുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് തിന്മകളുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. നമുക്കതിനെക്കുറിച്ച് അവബോധമില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് തിരുത്തണം, എനിക്ക് മെച്ചപ്പെടണം, എനിക്ക് നന്നാവണം എന്ന ഒരു ചിന്ത മനസ്സിൽ. നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും, മറ്റുള്ളവരുടെ കുറവുകൾ, പോരായ്മകൾ വേഗം നമ്മൾ തിരിച്ചറിയും. നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. നോക്കാത്തതിൻ്റെ കാരണം ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ദൈവത്തെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ല. ദൈവം ആരാണ്? അതുകൊണ്ടാണ് നമ്മൾ മലങ്കരക്കാര് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, നീ പരിശുദ്ധനാണ്, എനിക്ക് ഒത്തിരി കുറവുണ്ട്. ഇത് കാണണമെങ്കിൽ നമ്മൾ ദൈവത്തെ കാണണം. ദൈവാനുഭവം ഒരാളെ ആദ്യമായി നയിക്കുന്നത് പശ്ചാത്താപത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ തിന്മകളെക്കുറിച്ച് ഒരു അവബോധം വരും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു ബോധം പലപ്പോഴും വരുന്നില്ല, എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദാവീദിനെ പോലെ പറയണം, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. കർത്താവേ എനിക്ക് പാപമല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ നോക്കിലും എൻ്റെ കാഴ്ചയിലും ചിന്തയിലും നോട്ടത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം എനിക്ക് പാപമുണ്ട്, ഞാൻ പാപിയാണ്. ഈ അവബോധം ഇത് തിരിച്ചറിയുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അവിടെയാണ് ഒരു മനുഷ്യന് വലിയ ദൈവാനുഭവം ഉണ്ടാവുന്നത്. അപ്പം ആ അവബോധം ഉണ്ടാവണം. നോമ്പുകാലം അതിനാണ്. നമ്മുടെ കുറവുകൾ തിരിച്ചറിയണം. അത് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ടല്ല. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നണം. നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇരുന്നോണേ, നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇരുന്നോണം. അതായത് നമ്മളൊരു കാര്യം ഓർക്കാന്നറിയാം, ഇപ്പം ഞാൻ നല്ലവനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പോൾസൻ ചേട്ടൻ നല്ലവനാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പോൾസൻ ചേട്ടനെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഡാനിയലച്ചനുമായിട്ടാണ്. അപ്പം പുള്ളി നല്ലവനാണ്. പക്ഷെ നമ്മുടെ മാനദണ്ഡം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ അടുത്ത ആളല്ല, പിന്നെ ആരാ? യേശുവാണ്. യേശുവിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം മഹാപാപികളാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനൊരു പുണ്യവാനാണ്. ഞാൻ പറയട്ടെ, എൻ്റെ പുണ്യം പറയട്ടെ. അതായത് ഞാൻ ഈ വഴിയിൽ വല്യപ്പന്മാർ വല്യമ്മച്ചമാർ എവിടെ വഴി കണ്ടാലും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിർത്തി പാവപ്പെട്ടവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകും. വല്യപ്പൻ വല്യമ്മ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം വരും അവരെ കാണുമ്പോൾ, പ്രായമുള്ളവരെ കാണുമ്പോൾ. അപ്പോൾ എത്ര തിരക്കിട്ട് പോവുകയാണെങ്കിൽ സമയം 1 മിനിറ്റ് സമയമുണ്ടെങ്കിൽ വണ്ടി നിർത്തി എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് കുരിശൊക്കെ വരച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോത്തും. നിങ്ങളൊന്നാലോചിച്ച് ഞാൻ ഒരു നല്ലവനല്ലേ? പറ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ വഴിയിൽ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ കണ്ട സഹായിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആരാണ്? നല്ലവനാണ്. പക്ഷേ ഞാൻ കർത്താവിലേക്ക് നോക്കുമ്പോൾ ഞാൻ നല്ലവനല്ലാത്ത എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറയും, നീ നല്ലവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞേ? എന്നോട് എൻ്റെ ദൈവം ചോദിക്കും, നിന്റെ അപ്പൻ എന്നാ പറയാനുണ്ടെന്ന് ചോദിക്കും.
ഞാൻ പറയും ഏതാണ്ട് 80 പ്രായമുണ്ടെന്ന് പറയും. നിന്റെ അപ്പനെ ആരാ നോക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും ഞാനാ നോക്കുന്നതെന്ന് പറയും. നീ നല്ലവനാകണമെങ്കിൽ ഈ വഴിയെ പോയ വല്യപ്പനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ അപ്പനെ നോക്കുന്നത് പോലെ നോക്കിയാൽ അതാണ് എൻ്റെ മാനദണ്ഡം. അല്ലാതെ കയ്യിലിരിക്കുന്ന 100 രൂപ കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നല്ലവനാന്നുള്ള വിചാരം എനിക്ക് വരുന്നത് ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് എന്നെ തട്ടിച്ച് നോക്കുന്നുണ്ട്. ദൈവത്തോട് തുലനം, ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരം വെച്ച് പരിശോധിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരും മഹാഭാവികളാണ്. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരു നന്മയും ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ വണ്ടി വിറ്റ് ഞാൻ വല്ലവരെയും കെട്ടിച്ചിട്ടുണ്ടോ? എൻ്റെ മൊബൈൽ ഫോൺ വിറ്റ് ഞാൻ ഏതെങ്കിലും കുടുംബത്തിന് അരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന്. ഒന്നും ചെയ്തിട്ടില്ല. മിച്ചം വന്നത് ഇന്ന് എല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ സുവിശേഷം അറിയണമെന്നൊന്നുമില്ല. അത് ലോകത്ത് നിരീശ്വരവാദി പോലും ചെയ്യും. പാപിയാണ്, അത് തിരിച്ചറിഞ്ഞണം. പാപിയാണ്, നമുക്കൊരു നന്മയില്ല. അവിടെ നമ്മുടെ നന്മ പ്രവൃത്തികളെ ബൈബിൾ വിളിക്കുന്നത് മലിനവസ്ത്രം എന്നാണ്. മലിനവസ്ത്രം. യെശയ്യാ 66:4 ഞങ്ങളുടെ സൽകൃത്യങ്ങൾ, ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെ. നമ്മൾ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന നന്മകളൊക്കെ സത്യം പറഞ്ഞാൽ മലിനവസ്ത്രം, ഫിൽത്തി റാഗ്, ഫിൽത്തി ക്ലോത്ത്, മലിനവസ്ത്രം. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അയ്യോ പാപിയാണ്, മഹാപാപി. കണ്ണടച്ചേ, കരങ്ങൾ ഉയർത്തിക്ക്. ഒരു പാപബോധം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, തെറ്റുകളെ കുറിച്ച് തിരിച്ചറിയാനുള്ള അവബോധം തരണമേ. പാപിയാണെന്നുള്ള അവബോധം 10 കൽപ്പനകൾ വെച്ചിട്ട് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത്, യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ വെച്ചിട്ടാണ്. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവന്റെ കൂടെ 2 മൈൽ ദൂരം പോകണം. ചോദിക്കുന്നവന് കൊടുക്കണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറരുത്. വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. ദുഷ്ടനെ എതിർക്കരുത്. ശത്രുവിനെ സ്നേഹിക്കണം. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. കർത്താവേ, അങ്ങ് പറഞ്ഞ പ്രമാണം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മഹാപാപികളാണ്. ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്നൊരു 10 പേര് നമ്മുടെ 10 പേര് നമ്മുടെ സ്വരം കേൾക്കാം. എല്ലാ മക്കളും സ്തുതിച്ചു. അതിനെ തുറന്ന് സ്തുതിച്ചേ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇരിക്കാവോ? നമുക്ക് വേഗം ഈ ഭാഗം മുന്നോട്ട് വായിച്ചു പോകാം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ സമീപിച്ചപ്പോൾ യെശയ്യായ്ക്ക് തൻ്റെ അശുദ്ധി തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, വാക്യം 5, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം. യെശയ്യാ 6:5 ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം. ഉച്ചത്തിൽ വായിക്കാമോ? ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ നമ്മുടെ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നൊരു ഭാഗമാണ്. ബലിപീഠത്തിൽ നിന്നാണ് പാപമോചനം. യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാലാണ് മാനവകുലത്തിന് പാപമോചനം ലഭിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഇതൊരു പൊതുവായ കൺവെൻഷൻ ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ലാത്ത, യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, പാപത്തിന് പരിഹാരമായി ലോകത്ത് ദൈവമായ കർത്താവ് ഒരു വഴിയെ തന്നിട്ടുള്ളൂ. ആ വഴിയുടെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ സ്വന്തം പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കും. അതിന് മറ്റൊരു മതകർമ്മവും അനുഷ്ഠിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് പാപമോചനം ലഭിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് പാപത്തിന് പരിഹാരം തന്നു. നമുക്ക് താഴോട്ടുള്ളതാണ് വായിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ വായിച്ച് ഇവിടം കൊണ്ട് നിർത്തും. എന്നാൽ പ്രധാനപ്പെട്ട ഭാഗം താഴോട്ടുള്ളതാണ്. നമുക്കത് വായിക്കാം. 8-ാമത്തെ വാക്യം മുതൽ. അതിനുശേഷം
കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? യെശയ്യായെ ശുദ്ധീകരിച്ചതിന് ശേഷം, യെശയ്യായ്ക്ക് തൻ്റെ അശുദ്ധിയും ബലഹീനതയും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം കർത്താവ് ചോദിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഉടനെ യെശയ്യാ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതൊന്ന് പറയുന്നത് നല്ലതാ വല്ലപ്പോഴും. കർത്താവേ, ഇതാ ഞാൻ റെഡിയാണ്, എന്നെ അയച്ചാലും. ഞാൻ റെഡിയാണ് കർത്താവേ, എന്നെ അയച്ചാലും. അപ്പോ അവിടുന്ന് അരുളി ചെയ്തു, പോവുക. പൊക്കോ, കൊള്ളാം, കർത്താവിന് സന്തോഷമായി. പോവുക. ഇനി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കണം. പോവുക, ഈ ജനത്തോട് പറയുക. നിങ്ങൾ വീണ്ടും കേൾക്കും, നല്ലപോലെ മനസ്സിലാവും. ആണോ? നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, എല്ലാവരും കാണുന്നത് ഗ്രഹിക്കും. ആണോ? അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യും. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. ഈ വാക്യത്തിനകത്തെ പ്രോബ്ലം ഇതാണ്. കർത്താവ് പറയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? യെശയ്യാ പറഞ്ഞു, ഹിയർ ഐ ആം, ഞാൻ പൊക്കോളാം. പൊക്കോ, നീ പോണം. പോയി ജനത്തോട് പറ. അവര് കേൾക്കത്തില്ല, അവര് ഗ്രഹിക്കത്തില്ല, അവര് മനസ്സിലാക്കത്തില്ല. അവരുടെ കണ്ണന്ധമാക്കപ്പെടും, കാത് ബധിരമാക്കപ്പെടും, ഹൃദയം മന്ദീഭവിക്കപ്പെടും. എന്താണ് ഇതിന്റെ അർത്ഥം? സത്യം പറഞ്ഞാൽ തിരിച്ചല്ലേ പറയണ്ടേ? നീ പൊക്കോ, ഞാൻ അവരുടെ കാത് തുറക്കും, അവരത് കേൾക്കും, മനസ്സിലാക്കും. കണ്ണ് തുറക്കപ്പെടും, അവര് കാണും, അവരുടെ ഹൃദയം തുറക്കപ്പെടും, അവരത് തിരിച്ചറിയും എന്നല്ലേ പറയണ്ടേ? അതിന് പകരം ദൈവമായ കർത്താവ് യെശയ്യായോട് പറയുന്നത്, അവര് കേൾക്കത്തില്ല, കാണത്തില്ല, ഗ്രഹിക്കത്തില്ല, സ്വീകരിക്കത്തില്ല. ഞാൻ പറയാം എന്താന്ന്. അപ്പൊ യെശയ്യാ ചോദിച്ചു, കർത്താവേ, എത്ര നാളത്തേക്ക് കേൾക്കത്തില്ല? അപ്പൊ ദൈവത്തിന്റെ മറുപടി വായിച്ചതൊന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. കർത്താവ്, എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരദേശത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ അതിൽ 1% അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പന്റെയിൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും. എന്നെ നന്നായിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, യെശയ്യാ, നീ പൊക്കോ, നീ അവരോട് പറയും, അവർ കേൾക്കത്തില്ല, അവരുടെ ഹൃദയം അടഞ്ഞിരിക്കും. യെശയ്യാ ചോദിച്ചു, കർത്താവ്, എത്ര നാളത്തേക്ക്? അപ്പൊ പറയുകയാണ്, ഈ ദേശത്ത് ഈ ദേശം നിർജ്ജനമായി തീരുന്നത് വരെ, ജനമില്ലാതായി തീരുന്നത് വരെ, ഈ ജനം ഇവിടെ നിന്ന് നാട് കടത്തപ്പെടുന്നത് വരെ, അവരുടെ മേൽ ആസന്നമായ വിപത്ത് വരുന്നത് വരെ, അവരുടെ ജീവിതത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ വരുന്നത് വരെ അവരിത് മനസ്സിലാക്കത്തില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സന്ധ്യയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരുപാട് പേര് വചനം വായിക്കുന്നുണ്ട്, ഒരുപാട് പേര് വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആളുകളുടെ ഉള്ളിലെ വചനം പ്രവേശിക്കുന്നുള്ളൂ. വളരെ ചുരുക്കം പേരെ വചനം അനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിന് ജീവിതം കൊടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു മഹാഭൂരിപക്ഷത്തിന് ദൈവവചനം ഗ്രഹിക്കാൻ പറ്റാത്തത്? ഞാനൊരു 2 കാരണങ്ങൾ ഈ സന്ധ്യയിൽ ചൂണ്ടിക്കാണിക്കാം. എന്തുകൊണ്ടാണ് പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഈ ജനത്തിന് ദൈവവചനം ഗ്രഹിക്കാൻ പറ്റാത്തത്? ഒത്തിരി കാരണങ്ങളുണ്ട്. 2 കാരണം ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പസ്തോലൻ പറയുന്നത്, പൗലോസ് അപ്പസ്തോലനാണ്. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ്. ഈ വചനം സ്വീകരിക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം 2 കൊരിന്തോസ് 4:4. അതൊന്ന് വായിക്കണം. അതായത് ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങൾ പറയുന്ന വചനം ഗ്രഹിക്കാൻ പറ്റാത്തത്, ഒരാൾക്ക് പറയുന്നവനോ കേൾക്കുന്നവനോ അത് അവന്റെ ഉള്ളിൽ പാഠമാകാത്തത്, ലെസൺ ആവാത്തത്, അവൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അപ്പൊ അവരെ കുറിച്ച് പറയാണ്, ഈ ലോകത്തിന്റെ
ദേവൻ. ഒന്ന് ഉറക്കെ വായിച്ചേ. ഈ ലോകത്തിന്റെ, കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്മൂലം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വചനത്തിന്റെ ശക്തി, വചനം ആവശ്യപ്പെടുന്ന മാറ്റം, വചനം കൊണ്ടുവരുന്ന വ്യത്യാസം, അത് ആവശ്യപ്പെടുന്ന വ്യത്യാസം, അത് ഏറ്റെടുക്കാൻ, അത് സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. അപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്, എന്താണ് ഈ ലോകത്തിന്റെ ദേവൻ? എന്താണ് ഈ ലോകത്തിന്റെ ദേവൻ? എന്താ നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് ആത്യന്തികമായ എന്റെ സന്തോഷം എന്ന് കരുതുന്നവന്റെ ആ നിലപാടിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഈ ലോകത്തിന്റെ. അതായത് ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിന് വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പള്ളി വരുന്നത് എന്തിനാണ്? ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക്. ഇത് എന്തിന്റെ പേരാണ്? ഈ അരൂപിയുടെ പേരാണ്, ഈ ചിന്താഗതിയുടെ പേരാണ് എന്ത്? ഈ ലോകത്തിന്റെ ദേവൻ. ഒരുപാട് ദൈവമക്കളുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ ദേവനാണ്. പ്രാർത്ഥനയ്ക്ക് ആളുണ്ടോ? ഉണ്ട്. ധ്യാനത്തിന് ആളുണ്ടോ? ഉണ്ട്. കൺവെൻഷൻ പന്തലുകൾ നിറഞ്ഞു കവിഞ്ഞു. പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുടെ തിരക്ക് കൂടിയോ? കൂടി. എന്തിന്? ചോദ്യം ചോദിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിൽ അത്രയും പ്രശ്നങ്ങളുണ്ട് സാറേ. ഈ ലോകത്തിൽ നമുക്ക് കടന്നു പോകാൻ അത്രയും ദുരിതമുണ്ട് സാറേ. അതൊക്കെ ഒന്ന് കടക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയൊക്കെ ബെസ്റ്റാണ്. അപ്പൊ ഒരു ചോദ്യം വരും, എന്തിന് ദൈവത്തെ ഒരാൾ അന്വേഷിച്ചു? ഒരാൾ എന്തിന് ദൈവത്തെ തേടി? ഒരാൾ ദൈവത്തിന്റെ വഴിയിലേക്ക് എന്തിന് പോയി? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ മഹാഭൂരിപക്ഷം ആത്മീയതയുടെയും അപകടം, മനുഷ്യൻ ദൈവത്തെ തേടിയത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ്. ആവശ്യങ്ങളുടെ പട്ടിക പെരുകുകയും ആർത്തി കൂടുകയും അത്യാഗ്രഹം വർദ്ധിക്കുകയും ചെയ്തപ്പോ പ്രാർത്ഥനയും കൂടി. പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്താരെങ്കിലും ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ യേശുവിനെ പോലെ ആക്കണേ, യേശുവിന്റെ സ്വഭാവം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? വളരെ ചുരുക്കം പേരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. കൂടുതൽ പേരും പ്രാർത്ഥിക്കുന്നത് എന്നെ അംബാനി ആക്കണേ എന്നാണ്. അംബാനിയെ പോലെ ആക്കണേ, യൂസഫ് അലിയെ പോലെ ആക്കണേ, ദൈവമേ എന്നെ മറ്റേ എങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളുടെ പേരെന്താ, മറ്റേ ടെസ്ല, എലോൺ മസ്കിനെ പോലെ ആക്കണേ. ആർക്കാണ് കർത്താവിനെ പോലെ ആവേണ്ടത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ദൈവത്തിന് വേണ്ടി ദൈവത്തെ തേടുന്ന 10 പേര് ഈ കൂടാരത്തിനകത്തുണ്ടോ? 50 പേരുണ്ടോ? 100 പേരുണ്ടോ? ദൈവത്തിന് വേണ്ടി. അമ്മ ത്രേസ്യയും ഫ്രാൻസിസ് സേവ്യറും ഫ്രാൻസിസ് അസീസിയും ഒക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ബ്യൂട്ടിഫുൾ ആയൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്തെന്നറിയാം? കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് സ്വർഗം കിട്ടുമെന്ന സന്തോഷം കൊണ്ടാണെങ്കിൽ ആ സ്വർഗം നീ എനിക്ക് തരരുത്. കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് നരകത്തെ ഭയപ്പെട്ടിട്ടാണെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ തള്ളിയിടണം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങാകുന്ന മഹനീയ സന്തോഷം എനിക്കെപ്പോഴും തന്നുകൊണ്ടേയിരിക്കണം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് സ്വർഗം കിട്ടുമെന്ന ആഗ്രഹത്തിലാണെങ്കിൽ എനിക്ക് ആ സ്വർഗം നീ തരരുത്. നരകം പേടിച്ചിട്ടാണെങ്കിൽ ആ നരകത്തിൽ എന്നെ തള്ളിയിടണം. ഞാൻ നിന്നെ ഓർത്ത് മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ മാത്രം നീയാകുന്ന അഭൗമ സന്തോഷം എനിക്കെപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോ, വേറെ ഒന്നും ചെയ്യണ്ട, ചിന്തിച്ചോ. ഞാൻ ദൈവത്തെ തേടുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? എനിക്ക് ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണോ? ദൈവത്തോട് സ്നേഹമുള്ളവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അവരവരോടും അവരവരുടെ ജീവിതത്തോടുമാണ് സ്നേഹം. അവർ പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവർ ദൈവത്തെ തേടിയത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സുവിശേഷത്തിന്റെ നിഗൂഢമായ പ്രകാശം ദൃശ്യമാകാത്തതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ, പിടിയിട്ടുന്നോ? ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയത് കൊണ്ട് സുവിശേഷത്തിന്റെ
ആ ദിവ്യപ്രകാശ ജ്വാല അവർക്ക് ദൃശ്യമല്ല. വചനത്തിലുള്ള സന്തോഷമില്ല, പരിശുദ്ധ കുർബാനയിലുള്ള അഗാധമായ സന്തോഷമില്ല, യേശുവിനെ കാണാൻ വേണ്ടി പള്ളി വരുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, 18-ാമത്തെ വാക്യം മുതൽ, മർക്കോസ് 4:18 മുതൽ. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്, അവർ വചനം കേൾക്കുന്നു, എന്നാൽ വായിക്കേ, ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും. വചനം കയറുന്നില്ല. എത്രയോ വചനം കേട്ടു, എത്രയോ വചനം അറിയാം, പക്ഷെ ആ വചനം ചലിപ്പിക്കുന്നില്ല. ഒരു കുറ്റബോധവും ഇല്ല, ഒരു പശ്ചാത്താപവും ഇല്ല, ഒരു മാനസാന്തരം ഇല്ല. എത്ര തെറ്റ് ചെയ്താലും യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ല. എന്താ കാര്യം? ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ, അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ഇതാണ് ഒരു കാരണം. ഒന്നാമത്തെ കാരണം അതാണ്. ഈ ലോകത്തിന്റെ ദേവൻ, ഈ ലോകം വലുതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ജീവിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരാണ്. നമുക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ദൈവത്തോട് കൂടി എപ്പോഴും ആയിരിക്കാൻ പറ്റുന്ന ഒരു ജീവിതമുണ്ട്. ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. 1-2 വചനങ്ങൾ പെട്ടെന്ന് വായിച്ചോ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൊളോസോസ് 3:1-2 വാക്യങ്ങൾ പെട്ടെന്ന് എടുത്ത് വായിക്കുക. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ. കൊളോസോസ് 3:1-2 വായിക്കാം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കണം. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതായത് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, മറിച്ച് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കണം. അത് അസാധാരണമായൊരു കാര്യമാണ്. ഞാൻ ഒരു ഗൾഫ് രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോഴേ, ഞാൻ നമ്മുടെ ഒരു മലങ്കരക്കാരൻ ചേട്ടൻ വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷകനായിട്ട് നിന്ന് വായിക്കുന്നത് കേട്ടു. ഞാൻ അങ്ങനെ വേറെ ആരും വായിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അസാധാരണമായ ഒരു മനുഷ്യൻ. അസാധാരണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഈ പ്രാർത്ഥനയാണ്: ബാറക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ളവർ ശുദ്ധരുക, സ്വർഗമാകുന്ന ഉയരത്തിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി. അങ്ങനെ പ്രാർത്ഥനയുണ്ട്. അത് പല പള്ളിയിലും അങ്ങനെ വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. വായിക്കുന്നവനും നിശ്ചയമില്ല, കേൾക്കുന്നവനും നിശ്ചയമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഈ മനുഷ്യൻ എന്നെ ഭയങ്കരമായിട്ട്, എൻ്റെ മനസ്സ് വല്ലാതെ ആ മനുഷ്യനിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെട്ടു. ഒരു ചേട്ടൻ 40-40 വയസ്സുണ്ട്. അദ്ദേഹം ശുശ്രൂഷക്കുപ്പായി കേട്ട് പള്ളിയിൽ നിന്നിട്ട് ഈ ബാറക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരുക, സ്വർഗമാകുന്ന വായിക്കുമ്പോൾ അറിയാം ഇവൻ ഈ വായിക്കുന്നത് എന്താന്ന് ഇവന് മനസ്സിലാവുന്നുണ്ടെന്ന്. വായന കേൾക്കുമ്പോൾ അറിയാം. സ്വർഗമാകുന്ന ഉയരത്തിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായ ഈ കാഴ്ചവസ്തുക്കളുടെ മേൽ ആവസിക്കുന്ന ഈ സമയം എത്ര ഭയഭക്തിജനകമാണ്. അങ്ങനെയാണല്ലോ. അത് എൻ്റെ ദൈവമേ, ഇത് വായിക്കുമ്പോൾ ഈ മനുഷ്യന് അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ഏങ്ങി കരഞ്ഞു പോവാ. നമ്മൾ സാധാരണ വായിച്ചു വിടുന്നൊരു കാര്യമാണ്. ഈ മനുഷ്യന് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിങ്ങനെയാണോ? അപ്പോൾ അത് മറ്റുള്ളവരോട് ആദ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇത് ഇങ്ങനെയാണ്, എല്ലാ ആഴ്ചയും ഇത് തന്നെയാന്ന് പറഞ്ഞു. ഇദ്ദേഹമേ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. കാരണം പുള്ളിക്ക് ഇത് വായിക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാണ് ഇതൊക്കെ. പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറയുമ്പോൾ ഹി മീൻസ് ഇറ്റ്. പുള്ളിക്കറിയാം പരിശുദ്ധാത്മാവ് വരുന്നെന്ന്. അപ്പൊ ചങ്ക് പടക്കുക. പരിശുദ്ധാത്മാവ് വന്ന് ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഭക്തിയോടെ നിൽക്കണമെന്ന് ശുശ്രൂഷകൻ വായിക്കുകയാണ്.
വായിക്കുമ്പോൾ അയാൾക്ക് അറിയാം പരിശുദ്ധാത്മാവ് വരുവാന്ന്. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് അതൊക്കെ ഉള്ളൂ, ആ ഫീലിങ്സ്. കർത്താവേ എന്ന് പറയുമ്പോൾ, ദൈവകാര്യം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ആനന്ദം, കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം, ദൈവത്തെക്കുറിച്ച് പറയാൻ സന്തോഷം. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കാര്യം, ഒരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകി അത് കേട്ടു നിൽക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര പിടച്ചിട്ട്, കാരണം എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹം. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് പെടലില്ലേ? ഇതന്നെ നമുക്ക് ഈ പ്രസംഗം എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഈ വായും പൊളിച്ച് ഉറങ്ങുന്നേ. കാര്യം എന്താണെന്നറിയാമോ? കുറ്റം പറയല്ല, കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഈ പുള്ളിയോട് വലിയ സ്നേഹമൊന്നുമില്ല. അവൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പിടയ്ക്കുന്നൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് വൈകാരിക വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ പള്ളിയിലൊക്കെ കുർബാനയ്ക്കൊക്കെ നിന്നിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സത്യം പറഞ്ഞാൽ എല്ലാ പള്ളിയിലും ജനത്തിന് നേരെ ഇങ്ങനെ, അച്ഛന് നേരെ ഒരു ക്യാമറ വെക്കണം, നല്ലതാ. ഇവിടെ വെക്കണം ഒരു ക്യാമറ, അപ്പം അച്ഛനെ കിട്ടും. പിന്നെ ഈ ഭാഗത്ത് 2 ക്യാമറ വെച്ചാൽ ജനത്തെയും കിട്ടും. എന്നിട്ട് അത് ലൈവായിട്ട് ആളുകളെ കാണിച്ചുകൊണ്ടിരിക്കണം. അച്ഛനും എങ്ങനെ നിൽക്കുന്നു, അല്ല അച്ഛന്മാരും നന്നായിട്ട് നിൽക്കുന്നത്, പിന്നെ നിങ്ങൾ ആളുകളും നന്നായിട്ട് നിൽക്കും. എന്തോ ഒരു ഗതികെട്ട കാഴ്ചയായിരിക്കും അതെന്നറിയാം. പല പള്ളികളിലെ അവസ്ഥ അതായത് പാടത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പുസ്തകം തുറക്കത്തില്ല, ഇങ്ങനെ നിൽക്കുകയാണ് ഗതികെട്ട്. അതിനിടയ്ക്ക് ഇങ്ങേര് ഭാഗവതം വായിക്കുന്ന പോലെ വലിച്ചു കിട്ടാനും പോയി. ഈ സ്നേഹം പോകുന്നിടത്ത് ഇതൊന്നും ഒരു അനുഭവത്തില്ല. ഈ ലോകത്തിന്റെ ദേവൻ, പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ തേടുന്നതും എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അപ്പോൾ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി തന്മൂലം സുവിശേഷത്തിന്റെ നിഗൂഢമായ പ്രകാശം ദൃശ്യമല്ല. ഒന്നാമത്തെ അത് കഴിഞ്ഞു. 2, എന്തുകൊണ്ടാണ് വചനം കേറാത്തത്? രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതായത് അനുതപിക്കാൻ മനസ്സില്ല, തെറ്റ് തിരുത്താൻ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് തെറ്റ് തിരുത്താനുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല, തെറ്റ് തിരുത്താൻ താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് യെശയ്യാ അല്ല, ജെറമിയ അല്ല, ഇനി ലോകത്തെ ഏത് പ്രവാചകൻ ദൈവവചനം പങ്കുവെച്ചാലും അവൻ്റെ അകത്തത് കയറത്തില്ല. കാരണം എന്താണ്? അവന് തെറ്റ് തിരുത്താൻ താല്പര്യമില്ല. അങ്ങനെ വല്ലാത്ത, ഞാൻ ഇത് പറയുന്നത് അറിയാം, ഞാനിപ്പോൾ ഇത് 20ാമത്തെ കൊല്ലമാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 20 വർഷത്തെ ഈ സുവിശേഷ യാത്രയിൽ ഞാൻ സഞ്ചരിച്ച വഴികൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറയട്ടെ നിങ്ങളോട്, മനുഷ്യന്റെ ഹൃദയം ഇപ്പൊ തഴമ്പാണ്. തഴമ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒന്നും കയറത്തില്ല. ഭയങ്കര ശ്രദ്ധയോടിരിക്കും. ഒരു പിണ്ണാക്ക്, ഒരു പൂക്കച്ചോളയും കയറത്തില്ല. കാരണം എന്താണെന്നറിയാം? കേട്ട് 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 തഴമ്പായി. തെറ്റ് തിരുത്താൻ മനസ്സില്ലാതാണ് ഈ കേൾക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാം? ഞാൻ പറയുന്നത് നിങ്ങളെ നന്നാക്കാനും, നിങ്ങൾ കേൾക്കുന്നത് അടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയും. ഒരു വചനം പോലും ഇതെനിക്ക് ബാധകമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. കാരണം എന്താ അറിയാം? തെറ്റ് തിരുത്താൻ തയ്യാറല്ല. ഞങ്ങളൊക്കെ നല്ലതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. യെശയ്യായുടെ കർത്താവ് പറയാണ്, ഇവരുടെ കണ്ണടയ്ക്കപ്പെടും, ഇവരുടെ കാതടയ്ക്കപ്പെടും, ഇവരുടെ ഹൃദയം മന്ദീഭവിക്കും, അവര് കേൾക്കത്തില്ല. അപ്പൊ യെശയ്യാ ചോദിച്ചു, എത്ര നാളത്തേക്ക്? ഈ വാക്കുകൾ കേൾക്കാതെ ദൈവത്തെ ധിക്കരിച്ച് ദൈവം പറഞ്ഞ വഴിയിൽ നിന്ന് മാറി നടന്ന് തോന്നിയാസം നടന്നതിന്റെ ദുരന്തങ്ങള് ജീവിതത്തിൽ വന്ന് ആ ദുരിത ദുഃഖങ്ങളുടെ മാറാപ്പ് പേറി അന്യനാട്ടിലേക്ക് ദേശാടനം ചെയ്യേണ്ടി വരുന്ന ഈ വണ്ടിക്കാളയിൽ പിടിച്ച് കെട്ടി റാമായിൽ നിന്നൊരു വിലാപം ഒന്നില്ലേ ജെറമിയയില്? റാമായിൽ നിന്ന്, റാമ ഏതാണെന്നറിയോ? റാമായിൽ നിന്നുള്ള വിലാപം എന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാരണം റാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തെ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ അടിച്ച് തെളിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നത്. അതാ റാമായിൽ നിന്നുള്ള വിലാപം. പ്രവാസത്തിലേക്ക് പോകുന്നവന്റെ കരച്ചിലാണ് റാമായിലെ വിലാപം. അങ്ങനെ ഈ വണ്ടിക്കാളയോട് പിടിച്ച് ഈ കാളവണ്ടിയോട് ചേർത്ത് പിടിച്ച് കെട്ടി ജനത്തെ ഇങ്ങനെ ചാട്ട കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം വരെ അനുഭവിക്കത്തില്ല, തിരിച്ചറിയത്തില്ല, ദൈവവചനം ഗ്രഹിക്കാൻ പറ്റത്തില്ല, കർത്താവിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയത്തില്ല. എത്ര നാളത്തേക്ക്? ദേശം നിർജ്ജനമാകുന്നത് വരെ, ആളൊഴിഞ്ഞ് നഗരങ്ങൾ ശൂന്യമാകുന്നത് വരെ.
ആരും നോക്കാനും കാണാനും ഇല്ലാതാകുന്നത് വരെ, ജീവിതത്തിൽ തകർച്ച വരുന്നത് വരെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനും ഒരു ദൈവവചനം കേട്ടിട്ട് വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റില്ല. ഒന്നുകിൽ അവര് മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ അവർ കൂടുതൽ കഠിന ഹൃദയരാവും. ഈ രണ്ട് സാധ്യതയുള്ള വചനത്തിന് മുമ്പിൽ. ഈ ലോകത്തിന്റെ ദേവൻ കണ്ണുകളെ അന്ധമാക്കിയവരും അനുഭവിക്കാൻ താല്പര്യമില്ലാത്തവരും ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോഴും നിങ്ങൾ വിചാരിക്കരുത്, ഒന്നുകിൽ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കഠിന ഹൃദയരാവും. കുറച്ചുകൂടെ കഠിന ഹൃദയരാവും. ഞാൻ എൻ്റെ അനുഭവം പറയാണ്, കുറച്ചുകൂടെ കഠിന ഹൃദയരാവും. അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയിൽ യെശയ്യായിലൂടെ കർത്താവ് പറയാണ്, കർത്താവിന്റെ സ്വരം കേൾക്കുമ്പോ എന്ത് ചെയ്യണം? കർത്താവിന്റെ സ്വരം കേൾക്കുമ്പോൾ യെശയ്യാ 64 പറയുന്നുണ്ട്, അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. യെശയ്യാ 64:2. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ സന്ധ്യയിൽ ഈ കാര്യം ശക്തമായിട്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, എനിക്ക് അനുതാപമുള്ള, നമ്മൾ നോമ്പുകാലത്തിലാണ്. നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഇങ്ങോട്ട് നോക്കിയേ, അടുത്തോ ഒറ്റ കാര്യം പറയട്ടെ. എന്തെന്നറിയാമോ? ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എനിക്ക് ഒത്തിരി 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 നന്നാവാനുണ്ട്. ഞാൻ 5 കൊല്ലം മുമ്പ് നമ്മളെ പരിചയമുള്ളവർ 5 വർഷം കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ പറയണം, 5 കൊല്ലത്തെ ആളല്ല, ഒത്തിരി മാറിയിട്ടുണ്ട് ഇയാള്. മോശമായ രീതിയിലല്ല, ഒരുപാട് നന്നായിട്ടുണ്ട്. പണ്ടത്തെ പോലല്ല, ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അയാൾ കേട്ടതും അയാൾ ചിന്തിച്ചതും അയാൾ വായിച്ചതുമായ വചനമൊക്കെ അയാളെ തൊട്ടിട്ടുണ്ട്. നമ്മളെ ദൈവജനത്തെ കാണുമ്പോൾ മനുഷ്യന് നമ്മളൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നണ്ടേ? മനുഷ്യരോടുള്ള പെരുമാറ്റം, അയൽപ്പക്കക്കാരോടുള്ള പെരുമാറ്റം, ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റം, സമൂഹത്തിലുള്ള പെരുമാറ്റം, ഇടവകയിലുള്ള പെരുമാറ്റം. ഇടവകയുടെ ജൂബിലി ആഘോഷിക്കുന്നു, പക്ഷേ ഇടവകയിലെ തല്ല് ഇതുവരെ തീർന്നിട്ടില്ല. എന്ത് വളർച്ചയാണ് ജൂബിലി 25 കൊല്ലം കൊണ്ട് പള്ളിക്കുണ്ടായേ? എന്ത് മാറ്റം ഉണ്ടായേ? കൂടുതൽ നമ്മൾ വൈരാഗ്യമുള്ളവരും വെറുപ്പുള്ളവരും പകയുള്ളവരും മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവരും പാര വെക്കുന്നവരും ദ്വേഷിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരുമായിട്ട് മാറി. 2000 വർഷത്തെ ക്രിസ്തീയത കൊണ്ട് എന്ത് വളർച്ചയുണ്ടായി? തെരുവിൽ കിടന്ന് അടിക്കുന്ന അവസ്ഥയിലായി. നമ്മൾ ഇത് ആലോചിക്കണം. വേറെ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ എന്നാ ചെയ്യും? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു എതിർപ്പ് വരുമ്പോൾ, ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ എന്നെ കർത്താവിൻ്റെ കൂട്ടാണോ ഞാൻ പെരുമാറുന്നത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും പറയുന്ന ഞാനും, നമുക്കിത് ബാധകമാണ് ഒരുപോലെ. എന്തെന്നറിയാമോ? നമുക്ക് വചനം നമ്മളെ തൊടാനുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ഇന്നും നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, ഇത് എന്നോട് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് അനുതാപമില്ലാത്തൊരവസ്ഥയുണ്ട്. 2, എനിക്ക് ഈ ലോകത്തോട് ഭയങ്കര മമതയാണ്. എനിക്ക് ഈ ലോകമാണ് വലുത്. എൻ്റെ കർത്താവെ, അങ്ങയെ വിലമതിക്കാനുള്ള ഒരു സ്നേഹം, മാറ്റം വരുത്താനുള്ള ഒരു ആഗ്രഹം എനിക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.